الله وبركاته. بسم الله. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് പങ്കെടുത്ത പ്രധാനപ്പെട്ട അവരുടെ ഇടയിലുണ്ടായിരുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഷെയ്ഖ് റഹിമഹുല്ലാ സഫീർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന സീറയുടെ ഈ കിതാബിൽ, ഈ ബുക്കിൽ അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുന്നത് ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത് ഖുറൈശികളും മറ്റുള്ള അറബി ഗോത്രങ്ങളും തമ്മിലുണ്ടായിരുന്ന സംഘട്ടനമാണ്. ഹർബുൽ ഫിജാർ ചരിത്രകാരന്മാർ പറയുന്നത് 4 പ്രാവശ്യം 4 ഘട്ടങ്ങളായിട്ട് ആ സംഭവം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ ഓരോ കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിൽപ്പെട്ട 4ാമത്തെ സംഭവം, അതാണ് കുറച്ച് രക്തരൂക്ഷിതമായി ആയുധമെടുത്ത് അവർ പോരാടിയത്. ഈ 4ാമത്തെ സംഭവത്തിലാണ്. അതിൻ്റെ മുമ്പുള്ളതിലൊക്കെ വാക്കുപയറ്റുകളും പരസ്പര സംസാരങ്ങളും ആണ് അതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് അവർ തമ്മിലുള്ള വാക്കുകൾ, ശക്തമായ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉക്കാദ് എന്ന് പറയുന്ന മാർക്കറ്റിൽ, ചന്തയിൽ വെച്ചാണ് ഉണ്ടായത്. അവിടെ ആയുധം കൊണ്ടുള്ള സംഘടനകൾ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ഖൈസ് എന്ന് പറയുന്ന ആ കുടുംബത്തിന് കിനാനി എന്ന് പറയുന്ന ബനു കിനാന ഗോത്രക്കാരിൽ നിന്നിട്ട് ഇവർക്ക് ചില സാമ്പത്തികമായ ബാധ്യതകൾ കാര്യങ്ങൾ വന്നു. അതിൻ്റെ പേരിലായിരുന്നു. രണ്ടാമത്തത് ബനു കിനാന ഗോത്രക്കാർ സൂഖ് ഉഖാദിൽ വെച്ച് മറ്റുള്ള കുടുംബങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ചില സംസാരങ്ങളുണ്ടായി. അതിൻ്റെ പേരിലായിരുന്നു. മൂന്നാമത്തത് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളായ ചില യുവാക്കൾ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകളെ അവരുമായി അശ്ലീലമായിട്ട് അവരെ പ്രയാസപ്പെടുത്തി ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ടതായിരുന്നു. 4ാമത്തതാണ് ഇവിടെ ഹർബുൽ ഫിജാർ എന്ന പേരിൽ പ്രസിദ്ധമായി അറിയപ്പെട്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പങ്കെടുത്തിരുന്നു. നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത്. വഫിസ്സനത്തി അൽ-20 മിൻ ഉംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ 20ാമത്തെ വയസ്സിലാണ്. വഖഅത്ത് ഫീ സൂഖി ഉഖാൽ ഹർബുൻ ബൈന ഖുറൈശിൻ വമഅഹും കിനാന, ഖുറൈശ് ബനു കിനാന ഗോത്രക്കാർ അവരെ കൂടെയുണ്ട്. വബൈന ഖൈസ് ഐലാൻ എന്ന് പറയുന്ന ഗോത്രക്കാരുടെ ഇടയിൽ വലിയ യുദ്ധം സംഘട്ടനങ്ങളുണ്ടായി, രക്തരൂക്ഷിതമായി. തുഅറഫു ബി ഹർബിൽ ഫിജാർ എന്ന പേരിലാണ് ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത്. ഫിജാർ എന്ന വാക്കിൽ അതറിയപ്പെടാൻ കാരണം യുദ്ധം നിഷിദ്ധമായ ദുൽഖഅദ് മാസത്തിലൊക്കെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അത് തെറ്റായിരുന്നു. യുദ്ധം ഹറാമായ നിഷിദ്ധമായ അഷ്ഹുറുൽ ഹുറും, അതിൽ ഖുറൈശികൾ അറബികൾ അതിനെ ബഹുമാനിക്കലുണ്ടായിരുന്നു, ആദരിക്കലുണ്ടായിരുന്നു. അതിൽ യുദ്ധം സംഘടനകളും അവർ ചെയ്യലില്ലായിരുന്നു. പവിത്രത അവർ സൂക്ഷിക്കലുണ്ടായിരുന്നു. പക്ഷേ ആകസ്മികമായി അപ്രതീക്ഷിതമായി ഈ സംഘടന, ഈ കുഴപ്പങ്ങൾ ഉണ്ടായത് ഈ യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസങ്ങളിലാണ്. അപ്പോൾ അത് വലിയ തെറ്റായി അവർ കണ്ടുകൊണ്ട് പേര് തന്നെ ഹർബുൽ ഫിജാർ അതിനിട്ടു എന്നുള്ളത്. അതിന് കാരണം അന്ന അഹദ ബനി കിനാനത്ത വസ്മുഹു അൽ ബറാദ് എന്ന് പറയുന്ന ബനു കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി യഗുത്താല സലാസത റിജാലിൻ മിൻ ഖൈസ് ഐലാൻ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട 3 ആളുകളെ ചതിച്ചു കൊന്നു. ചതിയിൽ കൂടെ വഞ്ചിച്ച് കൊന്നു. അപ്പോൾ അത് വലിയ സംഘട്ടനത്തിന് കാരണമായി. വവസ്വലൽ ഖബറു ഇലാ ഉഖാൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ചന്ത മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടേക്ക് ഈ വിവരം എത്തി. ഫസാറ തൊർഫാനി, അപ്പോൾ 2 കുടുംബക്കാരും ആളുകൾ പരസ്പരം ആക്രമണവുമായിട്ട് ഇളകി പുറപ്പെട്ടു. വകാന ഖായിദു ഖുറൈശിൻ വ കിനാന, ഖുറൈശിൻ്റെയും ബനു കിനാന അവരുടെ നേതൃത്വം വഹിച്ചതെന്ന് ഇതിൽ ഈ പറയുന്ന ഹർബ് ബിൻ ഉമയ്യ എന്ന് പറയുന്ന മനുഷ്യനാണ്. ലിമക്കാനത്തിഹി ഫീഹിം സിന്നൻ വ ശറഫ്, പ്രായം കൊണ്ടും സ്ഥാനമാനം അവരുടെ ആദരവ് കൊണ്ട് ഈ മനുഷ്യനായിരുന്നു, പ്രധാനിയായിരുന്നു. അതുകൊണ്ട് നേതൃത്വം വഹിച്ചത് ആ വ്യക്തിയാണ്. വകാന വഫ്റു ഫി അവ്വലിൻ നഹാലി ഖൈസിൻ അലാ കിനാന, തുടക്കത്തിൽ ഈ പറയുന്ന സംഘട്ടനത്തിൽ വിജയം ഖൈസ് എന്ന് പറയുന്ന ആ കുടുംബത്തിനായിരുന്നു. ബനു കിനാന അവർക്ക് പരാജയം നേരിട്ടത്. ഹത്താ ഇദാ കാന ഫി വസത്തിൻ നഹാരി, അങ്ങനെ ഏകദേശം ആ പകലിൻ്റെ മധ്യത്തിലായപ്പോൾ കാദത്തി ദാഇറത്തു തദൂറു അലാ ഖൈസിന് പരാജയവും ബനു കിനാന ഖുറൈശ് എന്ന് അവർക്ക് വിജയവും വരികയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ സുമ്മ തദാഅ ബഅദു ഖുറൈശിൻ ഇല സുൽഹി, ഖുറൈശികൾപ്പെട്ട പ്രമുഖരായ ചില ആളുകൾ പിന്നീട് നമ്മൾ തമ്മിൽ ഇങ്ങനെ സംഘടന ചെയ്ത് പരസ്പരം കൊന്ന് കൊലവിളി വിളിച്ച്, അത് ചെയ്യേണ്ട, പരസ്പരം കാണുന്ന ആളുകളാണ്, അറിയുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഒത്തുതീർപ്പിലേക്ക് വിളിച്ചു. അല അൻ യഹ്സു ഖത്ലൽ ഫരീഖൈ, 2 സംഘത്തിലും കൊല്ലപ്പെട്ട എത്ര ആളുകളുണ്ട് എന്ന് എണ്ണി നോക്കുക. ഫമൻ വജദ ഖത്ലാഹു അക്സറ അഖദ ദിയത സായിദ്, ഏത് കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും പകരത്തിന് പകരമായി കൂടുതലായ ആളുകൾക്ക് മറ്റുള്ളവർ നഷ്ടം കൊടുക്കുക, ബ്ലഡ് മണി കൊടുക്കുക അവർക്ക് നഷ്ടത്തിന് എന്ന് പറഞ്ഞപ്പോൾ ആ സുൽഹ് രണ്ടു കൂട്ടരും സ്വീകരിച്ചു. ഫസ്സലഹു അലാ ദാലിക്, ഒത്തുതീർപ്പിലായി. പിന്നെ സംഘടനയ്ക്ക് ഒഴിവായി. വവളഅൽ ഹർബ, യുദ്ധം അവർ അവസാനിപ്പിച്ചു. വഹദമു മാ കാന മിൻഹും മിനൽ അദാവത്തി വശർ, അവർ തമ്മിലുള്ള കുഴപ്പങ്ങളും ആ ശത്രുതയൊക്കെ പിന്നെ ഒഴിവാക്കി സ്നേഹത്തോടെ ആ ബന്ധത്തോടു കൂടെ തുറന്നു പോകാൻ തീരുമാനിച്ചു. അതിന് ഹർബുൽ ഫിജാർ എന്ന പേര് കൊടുക്കാൻ കാരണം ഇൻതിഹാക്കി ഹുർമത്തി ഷഹ്റിൽ ഹറാമി ഫിഹ, പവിത്രമായ മാസത്തിന്റെ പവിത്രത നശിപ്പിച്ചു എന്ന പേരിലാണ്. അതിൽ തമ്മാടത്തിൽ വൃത്തികെട്ട യുദ്ധമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഫിജാർ. വഖദ് ഹദറ ഹാദിഹിൽ ഹർബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾ പങ്കെടുത്തു. ആ ഖുറൈശികളുടെ കൂട്ടത്തിൽ പ്രവാചകന്റെ പിതൃവന്മാരുണ്ടായിരുന്നു. അവരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തു. 10-20 വയസ്സിന്റെ നല്ല യുവത്വം, ചോരത്തോപ്പിന്റെ കരുകരുത്തുള്ള പ്രായമാണ്. വകാന യംബുലു അല അമൂമത്തിഹി, അവിടുത്തെ പിതൃവന്മാർക്ക് അമ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കുക, അത് കൊണ്ടുപോയി കൊടുക്കുക, അതിനൊക്കെ സഹായിച്ചിരുന്നു. അവർ അമ്പയും അതിനവർക്ക് സഹായം കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവർ കൂടെ ഉണ്ടായിരുന്നു. ഐ യുജഹിസുലഹും അന്നബില ലിർറൈബ്, റമ്മി എറിയാൻ വേണ്ടി അമ്പുകളെ അവർക്ക് ഒരുക്കി കൊടുക്കുക, അങ്ങനത്തെ സേവനങ്ങൾക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അതൊന്ന്. പിന്നെ അതേപോലെ തന്നെ ഹിൽഫുൽ ഫുളൂൽ, ഹിൽഫുൽ ഫുളൂൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹിൽഫുൽ ഫുളൂൽ എന്ന് പറയുന്നത് അന്ന് സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. സാമർഥ്യമുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ, അവരെന്താണോ ചെയ്യുന്നത് അതാണ് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നത്, അതായിരുന്നു. അങ്ങനെ പിന്നെ പലജാതി പ്രശ്നങ്ങൾ വന്നു. ആക്രമിക്കപ്പെടുന്ന അബലരായ ആളുകൾ, നിസ്സഹായരായ ആളുകൾ, അവരുടെ ദിനരോധനങ്ങൾ, അവരുടെ സങ്കടങ്ങൾ മറ്റുള്ള പല ആളുകളും കണ്ടപ്പോൾ ഈ പ്രമുഖരായ കുറേ കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് അവർ തീരുമാനമെടുക്കുകയാണ്, ആര് തന്നെ ഇവിടെ ഹറമിലും അതിൻ്റെ പരിസരത്തും മക്കയിലും അതിൻ്റെ പരിസരത്തും ആരെ മർദ്ദിക്കപ്പെടുകയാണെങ്കിലും, അവർ എത്ര പാവങ്ങളാണെങ്കിലും നിസ്സഹായരാണെങ്കിലും അവരുടെ ഹക്ക് വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ മർദ്ദിക്കപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കണം. മർദ്ദിക്കുന്ന അക്രമിയുടെ കൂടെ നിൽക്കരുത്. അവൻ സമൂഹത്തിൽ എത്ര പ്രശസ്തനാണെങ്കിലും എത്ര പേരും അംഗീകാരമുള്ള ആളാണെങ്കിലും മർദ്ദിക്കപ്പെടുന്നവരുടെ കൂടെ. അത് സാമൂഹികമായ ഒരു നീതി, ഏറ്റവും മഹത്തായ ഒരു സംഭവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഹിൽഫുൽ ഫുളൂൽ എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നു. ഹിൽഫുൽ ഫുളൂൽ എന്ന് പറയുന്നത് സമൂഹത്തിൽ ശ്രേഷ്ഠതയും ആദരവും സമ്പത്തും ഒക്കെ ഉള്ള ആളുകൾ പരസ്പരം ഒരു തീരുമാനമെടുക്കുകയാണ്. മർദ്ദിക്കപ്പെടുന്ന വ്യക്തി മക്കയിലും ഈ പരിസരത്തും ആര് തന്നെ, ഇവിടെ ഉള്ള ആളാണെങ്കിലും പുറത്തുനിന്ന് വന്ന ഒരാളാണെങ്കിലും മർദ്ദിക്കപ്പെടുകയാണെങ്കിൽ ആ മർദ്ദിക്കപ്പെടുന്നതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. അവൻ്റെ ഹക്കും അവകാശങ്ങളും വാങ്ങിക്കൊടുക്കണം. അക്രമി എത്ര വലിയ ഉന്നതനാണെങ്കിലും സാമൂഹികമായി ഏത് ആദരവുള്ള ആളാണെങ്കിലും അവൻ്റെ കൂടെ നിൽക്കരുതേ. അതിൻ്റെ വരെയുള്ള കാലഘട്ടങ്ങളിൽ സമൂഹത്തിലെ പേരും പ്രശസ്തിയും സമ്പത്തുള്ള ആളുകളാണെങ്കിൽ അവരെന്താ ചെയ്യണോ അതാണ് ന്യായം, അതാണ് നീതി, അവരെ കൂടെ എല്ലാവരും നിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് പറ്റൂല എന്ന് പറയില്ല. തആവുനി അഹ്ലിൽ ഫദ്ലി ലിനുസ്റത്തിൽ ഹഖ്, സത്യത്തിനും നീതിക്കും വേണ്ടി അതിൻ്റെ സഹായത്തിന് വേണ്ടി സമൂഹത്തിൽ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ പരസ്പരം അവർ സഹകരിക്കുക, ഒത്തൊരുമിച്ച് പോകുക എന്നുള്ള അതാണ് ഹിൽഫുൽ ഫുളൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഅല ഇസ്രി ഹാദിഹിൽ ഹർബി, ഈ പറയുന്ന ഹർബുൽ ഫിജാറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വഖഅ ഹിൽഫുൽ ഫുളൂൽ എന്ന് പറയുന്ന ആ സന്ധി, ആ സംഭാഷണം, ആ ഒരു പറയുന്ന തീരുമാനത്തിൽ അവരെത്തുകയാണ്. ദുൽഖഅദ് മാസത്തിൽ യുദ്ധം നിഷിദ്ധമായ. തദാഅത് ഇലൈഹി ഖബായിലു മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഗോത്രങ്ങൾ ബനു ഹാഷിം, ബനുൽ മുഖ്തലിബ്, അസദ് ബിൻ അബ്ദുൽ ഉസ്സ, സുഹറത്ത് ബിൻ കിലാബ്, തൈമ ബിൻ മുറ പോലത്തെ പ്രമുഖരായ അറബി ഗോത്രങ്ങൾ ഒത്തൊരുമിച്ചു. ഫജ്തമഉ ഫീ ദാരി അബ്ദുല്ലാഹി ബിൻ ജുദ്ആൻ അത്തൈമി, അബ്ദുല്ലാഹ് ബിൻ ജുദ്ആൻ അത്തൈമി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വീട്ടിൽ അവരെല്ലാവരും കൂടി യോഗം കൂടി. ലിസിന്നിഹി വശറഫിഹി, അദ്ദേഹം പ്രായമുള്ള ആളായിരുന്നു, സമൂഹത്തിൽ പേരുള്ള ബഹുമാനമുള്ള ആളായിരുന്നു. അങ്ങനെ ഫതആഖദു വതആഹദു, അവർ പരസ്പരം ഒരു കരാറിലെത്തി, പരസ്പരം ഒരു തീരുമാനത്തിലെത്തി. അലാ അല്ലാ യജിദു ബി മക്കത്ത മദ്ലൂമൻ മിൻ അഹ്ലിഹാ വഗൈരിഹിം, മക്കയിലാണെങ്കിലും മക്കൻ്റെ പുറത്തുള്ള ആളുകളാണെങ്കിലും മർദ്ദിക്കപ്പെടുന്ന ഒരാളിവിടെ ഉണ്ടാകാൻ പാടില്ല, മറ്റു മനുഷ്യന്മാരാണ്. ഇല്ലാ ഖാമു മഅഹു, മർദ്ദിക്കപ്പെടുന്നവരുടെ കൂടെ നമ്മൾ നിന്നേ മതിയാകൂ. അവന് സഹായിയായിട്ട് അവന് സഹകരിച്ച് അവൻ്റെ ഹക്കുകൾ വാങ്ങിക്കൊടുത്ത് നിൽക്കണം. അത് വളരെ നീതിയുക്തമായൊരു തീരുമാനമാണ്, നല്ല ഒരു കരാറാണ്. വകാനു അലാമൻ വലമഹു, ആക്രമിച്ചത് ആരാണെങ്കിലും അവൻ്റെ പക്ഷത്ത് നിൽക്കരുത്, അവൻ്റെ എതിര് പക്ഷത്ത് മർദ്ദിക്കപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കണം എന്നാണ് അവർ തീരുമാനം. ഹത്താ തറുദ്ദ അലൈഹി മദ്ലിമത്തഹു, അവൻ്റെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, അത് വാങ്ങിക്കൊടുക്കുന്നത് വരെ അവൻ്റെ കൂടെ നിൽക്കാവൂ എന്ന്. നീതിയുടെ ഭാഗത്ത് നിൽക്കണം, സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം, അനീതിയുടെ ഭാഗത്ത് നിൽക്കരുത്. വശഹിദ ഹാദൽ ഹിൽഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന
ഈ യോഗത്തിൽ ഈ പറയുന്ന ഇവരുടെ ഈ തീരുമാനത്തിൽ പ്രവാചകൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഹിൽഫിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പങ്കെടുത്തതിൻ്റെ ശേഷം വഖാല ബഅദ അൻ അക്രമഹുല്ലാഹു ബിർരിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടി, റിസാലത്ത് കിട്ടിയതിൻ്റെ ശേഷം പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു. ഷെയ്ഖ് റഹിമഹുല്ലാ മുബാറക് ഫൂരി ഇതിൽ പറയുന്ന ഹദീസിൻ്റെ വാക്കുകൾ അതല്ല ശരിക്കും സഹിയായിട്ട് വന്നുള്ളത്, പക്ഷേ ആശയം സഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞത് ലഖദ് ഷഹിദതു ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ, അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ ഞാൻ പങ്കെടുത്തു എനിക്ക് നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ്. ഹിൽഫൻ ഒരു പറയുന്ന അവരുടെ ഒരു സംഭാഷണത്തിന്, അവരുടെ ഒരു പറയുന്ന യോഗത്തിന്. മാ ഉഹിബ്ബു അന്നരി ബിഹി ഹുമുറുൻ നഅം, ചുവന്ന ഒരു ഒട്ടകം അതിന് പകരം, അതിൽ പങ്കെടുക്കാതെ നിൽക്കുന്നതിന് എനിക്കൊരു ചുവന്ന ഒട്ടകം കിട്ടുകയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടമില്ല. വലൗ ഉദ്ആ ബിഹി ഫിൽ ഇസ്ലാമിൽ അജബത്തു, ഞാൻ ഇസ്ലാമിൽ നബുവത്ത് റിസാലത്ത് കിട്ടിയതിൻ്റെ ശേഷം ഇങ്ങനത്തെ ഒരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിക്കപ്പെടുകയാണെങ്കിലും ഞാൻ അതിന് ഉത്തരം ചെയ്യും, അതിൽ പങ്കെടുക്കുമായിരുന്നു. ഇത് വളരെ നല്ലതാണ്. മർദ്ദിക്കപ്പെടുന്ന ആളുകളെ കൂടെയാണ് നിൽക്കേണ്ടത്. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർദ്ദിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കണം, മർദ്ദിക്കുന്നവനെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് നിൽക്കണം അവൻ്റെ കൂടെ. മർദ്ദിക്കപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഹക്കുകളും അവകാശങ്ങളും വാങ്ങിക്കൊടുത്ത് നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ഇന്ന് സമൂഹത്തിൽ പല ആളുകളും നമ്മളൊക്കെ മർദ്ദിതരുടെ കൂടെയാണ്, നമ്മളൊക്കെ ഇരയുടെ കൂടെയാണെന്ന് പറയും ചെയ്യും. ഉള്ളിൽ വെച്ച് അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ പേരും പ്രശസ്തി ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊക്കെ പലതും ചെയ്യും. എന്നാൽ ഞങ്ങളൊക്കെ ഇരയുടെ കൂടെയാണ് എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്യും. അങ്ങനെയല്ല, മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ, മുശ്രിക്കീങ്ങൾ അവർ പോലും നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് പറയുന്ന ഇങ്ങനത്തെ കരാറുകളും സംഭാഷണങ്ങളും സന്ധി സംഭാഷണങ്ങളും യോഗങ്ങളൊക്കെ അവർ ചേർന്ന് നടപ്പാക്കിയിരുന്നു. വഹാദുൽ ഹിൽഫു, ഈ പറയുന്ന അവരുടെ ഈ സംഭാഷണം, ഈ പറയുന്ന കരാറ്, റൂഹുഹു തുനാഫി അൽ ഹമിയത്തിൽ ജാഹിലിയത്തിൽ കാനത്തിൽ അസബിയത്തു തുസീറുഹ, കക്ഷിത്വം, പക്ഷപാതിത്വം, ഇതായിരുന്നു ഇസ്ലാമിൻ്റെ മുമ്പ് പൊതുവിൽ അവരിൽ നടമാടിയിരുന്ന നിയമം. അതായിരുന്നു നമ്മുടെ പാർട്ടി, നമ്മുടെ പക്ഷം, നമ്മുടെ ആളുകൾ അവരെന്ത് ചെയ്താലും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവരെന്താ ചെയ്യണു എന്നുണ്ടെങ്കിൽ അവരെ കൂടെ നിൽക്കുക എന്ന്. അതിന് വിരുദ്ധമായൊരു തീരുമാനമാണ് ഈ പറയുന്നത് മർദ്ദിതൻ്റെ കൂടെ, മർദ്ദിക്കപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു, നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളത്. വയുഖാലു ഫീ സബബി ഹാദൽ ഹിൽഫ്, ഇതിന് കാരണം പറയപ്പെടുന്നത് അന്ന റജുലൻ മിൻ സുബൈദ് എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഖദിമ മക്കത്ത ബി ബിളാഅത്തിൻ, കുറച്ച് ചരക്കുമായി മക്കയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ വഷ്തറാഹ മിൻഹു അൽ ആസ് ബിൻ വാഇൽ അസ്തഹമി, പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആസ് ബിൻ വാഇൽ. ആ മനുഷ്യൻ ഈ പറയുന്ന ചരക്ക് വാങ്ങി. വഹബസ അൻഹു ഹഖഹു, കൊടുക്കാനുള്ള കാശ് കൊടുത്തതുമില്ല. വിലക്ക് പറഞ്ഞു വാങ്ങിയിട്ട് ആ സുബൈദി പുറത്തുനിന്നുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ കൊടുക്കാതെ തടഞ്ഞു വെച്ചു. അപ്പോൾ ഫസ്താദ അലൈഹി അൽ അഹ്ലാഫ അബ്ദുദ്ദാർ മഖ്സൂമൻ വജുമഹൻ വസഹ്മൻ വഅദിയൻ, ഈ പറയുന്ന സുബൈദിയുടെ കുടുംബവും അവർ തമ്മിൽ കരാറും ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സഹകരിക്കുക എന്ന് പറയുന്ന കരാറുള്ള ഈ പറയുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. അബ്ദുദ്ദാർ, മഖ്സൂം, ജുമഹ്, സഹ്മ് പോലത്തവരൊക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ചു, ഒന്ന് സഹായിക്കി, ആസ് ബിൻ വാഇലിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് എൻ്റെ ഈ ഹക്ക് അവകാശം വാങ്ങിത്തരി, എന്നെ സഹായിക്കി എന്ന് പറഞ്ഞവരൊക്കെ വിളിച്ചു. പക്ഷേ ഫലം യക്തരിസൂലഹു, അവരാരും വില വെച്ചില്ല, സഹായിക്കാൻ വന്നില്ല. കാരണം ആസ് ബിൻ വാഇൽ അങ്ങനെ പ്രമുഖനായ ആളായിരുന്നു, പ്രശസ്തനായിരുന്നു. അതിലെങ്ങനെ ഇടപെട്ടു എന്നുണ്ടെങ്കിൽ നമുക്കും പ്രയാസം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഫഅല ജബൽ അബി ഖുബൈസ്, അബി സുബൈദി എന്ന് പറയുന്ന മനുഷ്യൻ അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. വനാദ, അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ബി അശ്ആരിൻ, പല പദ്യങ്ങളിൽ കൂടെ, യസിഫു ഫിഹ വലാമത്തഹു റാഫിഅൻ സൗതഹു, ശബ്ദമുയർത്തി അവൻ ഇവിടെ വെച്ച് നടന്ന ഈ അക്രമം, അവൻ്റെ ഹക്ക് അവകാശം തടഞ്ഞു വെച്ച ആസ് ബിൻ വാഇൽ നിന്നുണ്ടായിരുന്ന ഈ ഉപദ്രവം വിളിച്ചു പറഞ്ഞുകൊണ്ട് പദ്യം അവിടെ വെച്ച് പറഞ്ഞു. അപ്പോൾ ഫമശാ ഫീ ദാലിക അസ്സുബൈർ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു മകനായ സുബൈർ പ്രവാചകൻ്റെ പിതൃവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്കൊന്നും വന്നിട്ടില്ല. ഏതാണെങ്കിൽ ആ മനുഷ്യൻ ആ വിഷയം കേട്ട സമയത്ത് പോയിട്ട് പറഞ്ഞു, മാലിഹാദ മുത്രഖ്, ഈ മനുഷ്യൻ മക്കയിൽ വന്ന് ഇങ്ങനെ ഇവൻ ആക്രമിക്കപ്പെടുക, സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, ഈ ഒരു നിസ്സഹായത, അതൊരിക്കലും നമുക്കിവിടെ ഉണ്ടായിക്കൂടാ, ഇത് വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അയാളാണ് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയത്. മറ്റുള്ള ആളുകളൊക്കെ പ്രേരിപ്പിച്ചിട്ട് ഹത്തജ്തമ അല്ലദീന മലാദിക്റുഹും ഫി ഹിൽഫിൽ ഫുളൂൽ, മുമ്പ് പേര് പറഞ്ഞ ഖുറൈശി അറബി കുടുംബങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ ഈ വ്യക്തിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യോഗം ചേരുകയും കരാറിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്.
ഫഅഖദുൽ ഹിൽഫ്, അങ്ങനെ അവർ ഈ പറയുന്ന ഹിൽഫ്, ഈ പറയുന്ന സഹകരണം, അതിൽ അവർ കരാറിലേർപ്പെട്ടു. ثم قاموا الى العاص بن وائل فانتزعوا منه حق الزبيدي, അങ്ങനെ ആസ് ബിൻ വായിലിലേക്ക് ഈ പറയുന്ന ആളുകൾ ഒരുമിച്ച് കൂടി ചെല്ലുകയും ഈ മനുഷ്യനുള്ള സുബൈദിക്കുള്ള അവകാശങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആക്രമിക്കപ്പെടുന്ന ആളെ സഹായിക്കാൻ നമ്മളെല്ലാവരും ഏക സ്വരത്തിൽ ഒരേ കൈയായിക്കൊണ്ട് അവന് സഹായികളായിട്ട് നമ്മൾ തയ്യാറാവണം എന്ന് പറയുന്ന ആ കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രശംസിച്ചുകൊണ്ട്, അതിനെ പുകഴ്ത്തിക്കൊണ്ട് പിന്നീട് പറയുകയും ചെയ്തു. ഇതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ തുടക്കം സമൂഹത്തിൽ സാധാരണ ആളുകളുടെ കൂട്ടത്തിൽ അവരൊക്കെ ചെയ്യുന്നത് പോലത്തെ തൊഴിലുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചു പോയ ഒരാളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യകുല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുൻ മുഅയ്യനൻ ഫി അവ്വലി ശബാബിഹി, യുവത്വത്തിൻ്റെ തുടക്കത്തിൽ പറയത്തക്ക നിലക്കുള്ള ഒരു തൊഴിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല. സാധാരണ യുവാക്കൾ അന്നത്തെ സമയത്ത് ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങളല്ലാതെ. ഇല്ല അന്ന റിവായാത്തി തവാലത്ത് അന്നഹു കാന യർഅ ഗനമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേക്കലുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ, സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേക്കലുണ്ടായിരുന്നു എന്ന് സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. തയ്യിബ്, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഓരോ പ്രവാചകന്മാരും ആടുകളെ മേയിച്ചിട്ടുണ്ട്, ആ പണി എല്ലാ നബിമാരും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളോ എന്ന് ചോദിച്ചു സ്വഹാബികൾ. ഞാനും ആടുകളെ മേയിച്ചിട്ടുണ്ട്, മക്കയുടെ താഴ്വാരങ്ങളിലൊക്കെ എണ്ണപ്പെട്ട നാണയത്തുട്ടുകൾ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഞാനും ആടുകളെ നോക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗ്രാമീണരായ അന്തരീക്ഷം, സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള അംഗീകാരമുള്ള പറയത്തകൾക്കുള്ള ജോലികളും ചെയ്യാതില്ല, സമൂഹത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലത്തെ ജോലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ചെയ്തിട്ടുണ്ട്. ഖറാരിയത്ത് എന്ന് പറയുന്നത് ഖീറാത്ത് അന്ന് അവരുടെ ഇടയിലൊക്കെ അറിയപ്പെട്ടിരുന്ന നാണയമാണ്. അതിൻ്റെ ബഹുവചനമാണ് ഖറാരിയത്ത്. ചില റാവികൾ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ചില റാവികൾ പറഞ്ഞു, ഒരു ആടിന് ഒരു ഖീറാത്ത് പകരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വില പറഞ്ഞ്, കൂലി പറഞ്ഞ് ആടുകളെ നോക്കിയിരുന്നു എന്ന്. ഖീറാത്ത് എന്ന് പറയുന്നത് ദിർഹം, ദീനാർ, വെള്ളി, പൊന്ന് നാണയങ്ങൾ, അതിൻ്റെ ഒരു ഭാഗം. ചില പണ്ഡിതന്മാർ അതിൻ്റെ കണക്ക് പറഞ്ഞത് നിസ്ഫു ഉശ്രിഹി ഫി അക്തറിൽ ബിലാദി എന്ന്. ഷാം പോലത്തെ പല രാജ്യങ്ങളിലും ഒരു സ്വർണത്തിൻ്റെ, വെള്ളിയുടെ നാണയത്തിൻ്റെ 24 ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗം, 24 ഭാഗമാക്കി അതിൽപ്പെട്ട ഒരു ഭാഗത്തിനാണ് ഒരു ഖീറാത്ത് എന്ന് പറയാം. സ്വർണ്ണ നാണയം അല്ലെ വെള്ളി നാണയം, അതിന് 24 ഭാഗമാക്കിയിട്ട് അതിൽപ്പെട്ട ഒരു ഭാഗത്തിന് ഒരു ഖീറാത്ത് എന്ന് പറയും. അങ്ങനത്തെ നാണയത്തുട്ടുകൾ പകരത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ആടുകളെ നോക്കിയിരുന്നു എന്നുള്ളത് സഹിഹായ ഹദീസുകളിൽ വന്നതാണ്. റആഹ ഫി ബനി സഅദിൻ, മുല കുടിക്കാൻ വേണ്ടി ഹലീമ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹ അവരുടെ കുടുംബത്തിൽ പോയ സമയത്ത്, ചെറിയ കുട്ടിയാണ് സമയത്ത്, അത് കൂലിക്കൊന്നല്ല, സാധാ കുട്ടികൾ ചെയ്യുന്നത് പോലത്തെ ആ കൂട്ടത്തിൽ ചെയ്തിരുന്നു ആടുകളെ. വഫി മക്കത്തലി അഹ്ലിഹ അലാ ഖറാരി, മക്കയിൽ ഈ ആടുകളെ നോക്കുന്ന സമയത്ത് അതിന് ഈ പറയുന്ന നാണയത്തുട്ടുകൾ കൂലിയായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. വയബദു, അതിൻ്റെ ശേഷം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് യുവത്വത്തിലേക്ക് വന്നപ്പോൾ അന്നഹു ഇൻതഖല ഇലാ അമലി തിജാറത്തി ഹത്താ ശബ്, യുവാവാകുന്ന സമയത്ത് ഇതുവരെ കച്ചവടം, അതിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞത്. കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കുക, അത് പല നിലക്കുള്ള തൊഴിലുകൾ, കച്ചവടമാണെങ്കിൽ, കൃഷിയാണെങ്കിൽ, കൈത്തൊഴിലുകളാണെങ്കിൽ, പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ അങ്ങനെ ചെയ്തവരായിരുന്നു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും തന്നെ അങ്ങനെ അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് തൊഴിലും കാര്യങ്ങളും കച്ചവടങ്ങളും കൃഷികളും പോലത്തെ കാര്യങ്ങൾ ഇടപെട്ട ആളുകളായിരുന്നു. ബസാർ, സയ്യാത്ത് പോലത്തെ പേരുകളിലൊക്കെ വലിയ ഹദീസിൻ്റെ പണ്ഡിതന്മാരറിയപ്പെടും. ബസാർ പട്ടിൻ്റെ വസ്ത്രത്തിൻ്റെ കച്ചവടക്കാരായിരുന്നു, അങ്ങനെ അതിൽ പ്രസിദ്ധനായിരുന്നു. സയ്യാത്ത് എന്ന പേരിൽ ചില പണ്ഡിതന്മാരറിയപ്പെട്ടു. സെയ്ത്ത്, എണ്ണൻ്റെ കച്ചവടം ചെയ്തിരുന്ന പണ്ഡിതന്മാരായിരുന്നു സയ്യാത്ത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ വലിയൊരു കച്ചവടക്കാരാണ്, വലിയ സമ്പന്നനായിരുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വാപ്പ ഗവൺമെൻറ്റിലുള്ള വലിയ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത ആളായതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വീടുകളും അതേപോലെ തന്നെ വാടക കൊടുക്കാനുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൽമ് പഠിക്കുക, അതോടുകൂടെ തന്നെ ജീവിക്കാനുള്ള ഹലാലായ തൊഴിലുകളോ കച്ചവടമോ വരുമാന മാർഗങ്ങൾ കാണുകയും ചെയ്യും. ഒരിക്കലും മനുഷ്യൻ നിസ്സഹായനോ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയെ, ദഅവത്തിന് പ്രയാസകരമാകുന്ന സാഹചര്യങ്ങളില്ലാതെ ഹലാലായ റിസ്ക് തേടുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ ദീന് ശർഈയായ ഇൽമ് പഠിച്ച് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പോകുമ്പോൾ ദുന്യവിയായ കാര്യങ്ങൾ അള്ളാഹു ബർക്കത്ത് നൽകും.
ബർക്കത്ത് നൽകും. അള്ളാഹുവിൻ്റെ ദീനും കാര്യങ്ങളും വിസ്മരിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ കച്ചവടത്തിലും തൊഴിലിലും വേറെടുത്തും ഇതുപോലെ അഭിവൃദ്ധിയും കാര്യങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാൾ തൗഹീദും സുന്നത്തും ദീന് പഠിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഹിഫ്ളാക്കി അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു പോകുന്നൊരു വ്യക്തിക്ക് അതിലേറെ ഖൈറും ബർക്കത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ അത് ചെയ്യണം. ഇൽമിനോ പഠിക്കുന്നതിനോ ദഅവത്തിനോ അതൊന്നും തടസ്സമാകാത്ത നിലക്ക് ആകൂല്ല. ഈ പറയുന്നവരൊക്കെ ആവാത്ത നിലക്ക് തന്നെ അതൊക്കെ ചെയ്ത് നമുക്ക് മാതൃക കാണിച്ചു തന്ന ആളുകളാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. ഹീന ശബ്ബ യുവാവായ സമയത്ത് ഫഖദ് വറദ അന്നഹു കാന യത്തജിറു മഅ സായിബ് ഇബ്നു അബി സായിബ് അൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു. സായിബ് ഇബ്നു അബി സായിബ് അൽ മഖ്സൂമി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്ത് പാർട്ട്ണർമാരായിട്ട് കച്ചവടം ചെയ്തിരുന്നു. നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ കച്ചവടം ചെയ്തിരുന്നു. ഫകാന ഖൈറ ശരീക്കിൻ ലഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഒരു ഉത്തമനായ പാർട്ട്ണറുമായിരുന്നു. ചില പാർട്ട്ണർമാർ വളരെ മാന്യത പുലർത്തുന്നവരായിരിക്കും. ചില ആളുകൾ ചില വീഴ്ചകളൊക്കെ സമ്പത്തിൻ്റെ കാര്യത്തിൽ കാണിക്കും. ലാ യുദാരി വലായുമാരി. അദ്ദേഹം പ്രവാചകനോട് ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ വരെ തർക്കിക്ക് അതിന് പോകൂല. വലായുമാരി തർക്കിക്കാൻ പോരൂല, അഭിപ്രായ വ്യത്യാസത്തിന് പോകൂല. പാർട്ട്ണർമാരാകുമ്പോൾ ചെറിയ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയങ്ങളാക്കി എടുക്കൂല. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ പരസ്പര സഹകരണങ്ങൾ, വിട്ടുവീഴ്ചകൾ, വിശ്വാസ്യതകൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ലാ യുദാരി വലായുമാരി. അങ്ങനെ പിന്നെ വജാഅഹു യൗമൽ ഫത്ഹി ഫറഹബ ബിഹി. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടി. കച്ചവടം കാര്യത്തിലേക്കൊക്കെ അത് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ സാമ്പത്തികമായി കാര്യങ്ങളിലൊക്കെ വേറുള്ള നിലക്ക് മാറ്റങ്ങൾ വന്നു. അങ്ങനെ പിന്നെ മക്കം ഫത്ഹിൻ്റെ ആ ദിവസത്തിൽ അതെല്ലാം മദീനയിലാണ് എന്നും പറയുന്നു ഇസ്ലാമിലേക്ക് സ്വീകരിച്ച് സായിബ് ഇബ്നു അബി സായിബ് അൽ മഖ്സൂമി ആദ്യത്തെ പാർട്ട്ണർ റസൂലിനെ കാണാൻ വേണ്ടി വന്നു. ഫറഹബ ബിഹി. അദ്ദേഹത്തിനെ കണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബൻ ബിശ്ശരീക്ക്, പഴയ പാർട്ട്ണറാണ്, ആ ബന്ധത്തിൽ അദ്ദേഹത്തിനോട് സ്വാഗതം പറഞ്ഞു. വഖാല മർഹബൻ ബി അഖി വ ശരീക്കി, എൻ്റെ സഹോദരൻ, എൻ്റെ മുൻ പാർട്ട്ണർ, അദ്ദേഹത്തിന് എല്ലാവിധ സ്വാഗതവും എന്ന് കണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്. അത് ഹദീസിൽ വന്നത് വേറെ റിവായത്തിൽ വേറെ രൂപത്തിലാണ്. അദ്ദേഹം പറയാണ്, സായിബുൻ അബി സായിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലേക്ക് ഞാൻ ചെന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് ഹിജ്റയുടെ ശേഷം. അപ്പം മദീനയിൽ ഇദ്ദേഹം ചെന്ന സമയത്ത് വളരെ മാന്യനായ ഒരു മനുഷ്യനായിരുന്നു സായിബ് റളിയല്ലാഹു അൻഹു. കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ ഇടപെട്ട ആളുകൾക്കൊക്കെ അവർക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ഫജഅലു യസ്നൂന അലയ്യ വയദ്കുറൂനി, എന്നെക്കുറിച്ച് റസൂലിന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാനും എന്നെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ റസൂലിനോട് കണ്ടുനിന്ന ആളുകൾ, സദസ്സിലുണ്ടായിരുന്ന ആളുകൾ പറയാൻ തുടങ്ങി. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണ്, റസൂൽ ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന അഅലമുകും ബിഹി, നിങ്ങളിലേറെ എനിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാം, ഈ മനുഷ്യനെ കുറിച്ച് എനിക്ക് നിങ്ങളിലേറെ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ സായിബ് റളിയല്ലാഹു അൻഹു സദഖത ബി അബി അൻത വ ഉമ്മി, നിങ്ങൾ സത്യമാണ് പറഞ്ഞത്, റസൂലിനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. ബി അബി അൻത വ ഉമ്മി, എൻ്റെ മാതാവിനെയും പിതാവിനെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബലി നൽകാൻ, നിങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകാൻ തയ്യാറാണ്. ഇത്ര വലിയ സ്നേഹത്തിൽ ആദരവോടെ. എന്നിട്ട് പറഞ്ഞു കുന്ത ശരീക്കി, നിങ്ങൾ എൻ്റെ പാർട്ട്ണറായിരുന്നു. റസൂലിനോട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്, നിങ്ങൾ എൻ്റെ കൂടെ കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു. ഫനിഅമ ശരീഖ്, ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനായിരുന്നു നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവം, വിശ്വാസ്യത, അവിടുത്തെ മാന്യത, അവിടുത്തെ ഏറ്റവും ഉത്തമമായ ഗുണവിശേഷണങ്ങൾ അത് ജീവിതത്തിൽ കൂടെ അനുഭവത്തിൽ കൂടെ പരിചയമുണ്ടായി അറിഞ്ഞപ്പോൾ കുന്ത ശരീക്കി ഫനിഅമ ശരീഖ്, ഏറ്റവും നല്ല പങ്കുകാരൻ കൂട്ടുകാരനായിരുന്നു നിങ്ങൾ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. നിഅമ ശരീഖ് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു കുന്ത ലാ തുദാരി വലാ തുമാരി, നിങ്ങൾ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായത്തിൽ വരെ എതിരാകെ തടസ്സം സൃഷ്ടിക്ക്, ഏതെങ്കിലും കാര്യങ്ങളിൽ കച്ചവടത്തിലോ കാര്യത്തിലോ നിങ്ങളുടെ ലക്ഷ്യം താല്പര്യം നേടാൻ വേണ്ടി എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യലായിരുന്നു. വലാ തുമാരി, നിങ്ങളൊന്ന് തർക്കിക്കാനും പ്രയാസപ്പെടുത്താനും വരില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഉത്തമമായ ഈ സ്വഭാവം കാര്യങ്ങളും കച്ചവടത്തിലും ബിസിനസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. പുലർത്തിയിരുന്നു. അങ്ങനെ മർഹബൻ ബി അഖി വ ശരീക്കി, എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാരൻ, അവർക്ക് സ്വാഗതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ കച്ചവടം ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസ്തനായി അറിയപ്പെട്ട് പ്രസിദ്ധനായത് കാരണം മക്കയിലുണ്ടായിരുന്ന ആളുകൾ
അവരുടെ സമ്പത്തും കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിരുന്നു. ഏകദേശം ഇന്ന് ആളുകൾ പറയുന്ന ബാങ്കിൻ്റെ ഒരു സംവിധാനം, ബാങ്ക് എന്ന് പറഞ്ഞുകൂടാ എങ്കിലും ആളുകൾ അവരുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഹിജ്റ പോകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന്റെ വീട്ടിൽ താമസിപ്പിച്ച് അവിടെ കിടത്തിയുറക്കി അവിടെ നിർത്തിയതിൻ്റെ പിന്നിലുള്ള 2 ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന് ഇതാണ്. ഒന്ന്, ശത്രുക്കളായ ആളുകൾ ഉണരുന്ന സമയത്ത് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകനാണോ എന്ന് തെറ്റിദ്ധരിക്കാതല്ലാതെ ഈ ആളുകൾക്കുള്ള സമ്പത്തും കാര്യങ്ങളും അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അലി റളിയല്ലാഹുവിനെ വിശ്വസ്തനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിരുന്നു. അല്ലാഹു അലം, സ്വാഭാവികമായിട്ട് അതിന് പ്രതിഫലങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയുകയില്ല. ഒരു പക്ഷേ ആളുകൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രതിഫലങ്ങൾ അതിന് കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രവാചകന്റെ അവസ്ഥ. അങ്ങനെ വഫിൽ ഖാമിസത്തി വൽ 20 മിൻ സിന്നിഹി, 25ാമത്തെ വയസ്സ് ഖറജ താജിറൻ ഇല ഷാം, ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബിന്റെ നിർദ്ദേശം അതിലുണ്ടായിരുന്നു. മറ്റുള്ള യുവാക്കളായ ആളുകളും പ്രവാചകനെ പ്രേരിപ്പിച്ചിരുന്നു. അതിൻ്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യതയും അവിടുത്തെ സത്യസന്ധതയും ഒക്കെ ഖദീജ റളിയല്ലാഹു അൻഹ കേട്ട് അറിഞ്ഞിരുന്നു. അങ്ങനെയാണ് പോയത്. ഫീമാലി ഖദീജത്ത റളിയല്ലാഹു അൻഹ, ഖദീജയുടെ സമ്പത്തും വാങ്ങിയിട്ടാണ് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നത്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മഹുള്ള പറയാണ്, കാനത്ത് ഖദീജത്തു ബിൻതു ഖുവൈലിദിൻ ഇംറഅത്തൻ താജിറത്തൻ, ഖുവൈലിദിന്റെ മകളായ ഖദീജ അവർ കച്ചവടം ചെയ്യുന്ന സ്ത്രീയായിരുന്നു. ദാത്ത ശറഫിൻ വമാലിൻ, നല്ല ബഹുമാനും ആദരവുള്ള സ്ത്രീയായിരുന്നു. വമാലിൻ, നല്ല സമ്പത്തുമുണ്ടായിരുന്നു. ഹലാലായ സമ്പത്ത് കൊണ്ട് അറിയുമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും കച്ചവടത്തിന് പോകാം. കച്ചവടത്തിന് പോകാമെന്ന് പറയുമ്പോഴേക്കും മാർക്കറ്റിൽ ഇറങ്ങേണ്ട അന്യപുരുഷന്മാരെ ഒന്നും വേണ്ട. ഖദീജ റളിയല്ലാഹു അൻഹ സ്വീകരിച്ച രീതി നിങ്ങൾ നോക്കി. തസ്തഅ്ജിറു റിജാല ഫീ മാലിഹ, യുവാക്കളെ അവൾ സമ്പത്ത് കൊടുത്തിട്ട് കൂലിക്ക് വാങ്ങും. അവരുമായിട്ട് പുരുഷന്മാരായ ആളുകളെ, യുവാക്കൾ കച്ചവടത്തിന് പോകാനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കാശ് കൊടുത്തിട്ട് കൂലിക്ക് നിശ്ചയിക്കും. വതുലാരിബുഹും ഇയാഹു ബിശൈഇൻ തജ്അലുഹു ലഹും, ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടം ചെയ്ത് ലാഭം കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നുള്ള ഒരു ശതമാനം, ഇത്ര ശതമാനം, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന വിഹിതം അവർക്ക് പ്രതിഫലമായി കൊടുക്കുക എന്ന് പറഞ്ഞ് അവരോട് കരാറിൽ ഏർപ്പെടുകയും ചെയ്യും. ഇന്നിപ്പോൾ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഈ കഫാലത്തിൻ്റെ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ സമ്പത്തുള്ള ഒരാളാണെങ്കിൽ കാശ് കൊടുത്തിട്ട് വിശ്വസ്തയോടുകൂടി കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ലാഭം കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നുള്ള ഒരു വിഹിതം നിങ്ങൾക്ക് കൂലിയായിട്ട് തരാ എന്ന് പറയുന്ന ഈ രൂപത്തിലൊക്കെ. വക്കാനത്ത് ഖുറൈശുൻ ഖൗമൻ തുജ്ജാറൻ, ഖുറൈശുകളാണെങ്കിൽ അവർ കച്ചവടക്കാരായ ആളുകളായിരുന്നു തണുപ്പ് കാലത്തും ചൂടുകാലത്തും. ഫലമ്മ ബലഗഹ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വിവരം കിട്ടി. മാ ബലഗഹ മിൻ സിദ്ഖി ഹദീസിഹി, സത്യം മാത്രമേ പറയുള്ളൂ. അതേപോലെ തന്നെ വഇളമി അമാനത്തിഹി, പ്രവാചകന്റെ വിശ്വാസ്യത, വളരെ മഹത്തായ വിശ്വാസ്യതയുള്ള ആളാണ്. വകറമി അഖ്ലാഖിഹി, ഏറ്റവും മാന്യമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ബഅസത്ത് ഇലൈഹി, റസൂലിന്റെ അടുത്തേക്ക് അവർ ആളെ പറഞ്ഞയച്ചു. അങ്ങനെ ഫഅറദത്ത് അലൈഹി അൻ യഖ്റുജ ഫീ മാലില്ലാഹി ഇല ഷാമി താജിറൻ, ഞാൻ സമ്പത്ത് തരാം, ആ കാശും വാങ്ങിയിട്ട് ഷാമിലേക്ക് നിങ്ങൾക്ക് കച്ചവടത്തിന് പോകാൻ താല്പര്യമുണ്ടോ? വതുഅതീഹി അഫ്ളല മാ കാനത് തുഅതി ഗൈറഹു മിന തുജ്ജാർ, മറ്റുള്ള കച്ചവടക്കാർക്ക് കൊടുക്കുന്നതിലേറെ, യുവാക്കൾക്ക് കൊടുക്കുന്നതിലേറെ ഏറ്റവും ഉത്തമമായ പ്രതിഫലം പകരമായിട്ട് നൽകാനും തയ്യാറാണ് എന്ന് പറഞ്ഞു. മാ ഗുലാമില്ലഹ യുഖാലു ലഹു മൈസർ, അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ വേണം, വരുമാനം വേണം, വിവാഹത്തിൻ്റെയൊക്കെ പ്രായത്തിലേക്ക് എത്തുന്ന സമയമാണ്. അപ്പോൾ ആ അബൂ താലിബിൻ്റെ നിർദ്ദേശപ്രകാരം ഖദീജ റളിയല്ലാഹു അൻഹ കാശ് വാങ്ങിയിട്ട് റസൂലുമായി യുവാക്കളുടെ കൂടെ, കച്ചവടക്കാരുടെ കൂടെ ഷാമിലേക്ക് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ സഹായത്തിന് വേണ്ടി മൈസറ എന്ന് പറയുന്ന ഒരു അടിമയെയും പ്രവാചകന്റെ കൂടെ പറഞ്ഞയച്ചിരുന്നു. യാത്രയിലും പോകുന്ന സമയത്തും അതിൽ സഹായം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫഖബിലഹു, അവർ പറയുന്ന ആ ഓഫർ, ആ പറയുന്ന കച്ചവടം സ്വീകരിച്ചു. വഖറജ ഫീ മാലിഹ ദാലിക്, സമ്പത്ത് വാങ്ങിയിട്ട് ഷാമിലേക്ക് പോയി. വഖറജ മാഹു ഗുലാമുഹ മൈസറ ഹത്താ ഖദിമ ഷാം, ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്തു. വലിയ ലാഭവും ബറക്കത്തും ഖൈറാത്തും അതിൽ ലഭിച്ചു. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറയുന്ന കച്ചവട യാത്രയും അതിൽ കിട്ടിയ വരുമാനങ്ങളും വിശ്വാസ്യതയും അവരെ ആകർഷിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു. വലമ്മ റജഅ ഇലാ മക്ക, അങ്ങനെ മക്കയിലേക്ക് മടങ്ങി വന്ന സമയത്ത് വറഅത്ത് ഖദീജത്തു ഫീ മാലിഹ മിനൽ അമാനത്തി വൽ ബറക്കത്തി, ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച ആ സമ്പത്തിൽ വലിയ വിശ്വാസ്യതയും അതിൽ ബറക്കത്തുണ്ട്, വർധനവുണ്ട്. മാലം തറ ഖബല ഹാദ, ഇതിൻ്റെ മുമ്പ് കാണാത്ത നിലക്കുള്ള വർധനവ് അതിലുണ്ട്. വിശ്വസിച്ച നിലക്ക് തന്നെ ഈ പറയുന്ന സമ്പത്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ അഖ്ബറഹ ഗുലാമുഹ മൈസറ, അവരുടെ അടിമ മൈസറ ഖദീജ റളിയല്ലാഹുവിനോട് പറയുകയും ചെയ്തു, ബിമാ റഅ ഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിലാഇൻ അദ്ബ, വളരെ മാന്യമായ സ്വഭാവം, വശമാഇല കരീമ, വളരെ ബഹുമാന ആദരവുള്ള ഗുണവിശേഷണങ്ങൾ, വഫിക്രിൻ റാജിഹിൻ, വളരെ മുന്തി നിൽക്കുന്ന ചിന്താഗതികൾ, കച്ചവടത്തിൻ്റെ കാര്യത്തിൽ, ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ, യാത്രയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല മാന്യമായ നിലക്കുള്ള വിജയസാധ്യതയുള്ള ആലോചനകൾ, വമന്തിഖിൻ സാദിഖിൻ, സത്യസന്ധമായ സംസാരം, വനഹിജിൻ അമീനിൻ, വളരെ വിശ്വസിക്കാൻ പറ്റുന്ന വഴി രീതി. അങ്ങനെയൊക്കെ അവർ കണ്ടപ്പോൾ വജദത്തുല്ലാല്ലത്തഹൽ മൻഷൂദ, അവർ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യം അവർ പ്രവാചകനിൽ എത്തിച്ചു. അവർ പിന്നെ ഭർത്താവ് മരണപ്പെടെ വിവാഹമോചിതയ്ക്കായ സ്ത്രീയായിരുന്നു, അതിൽ കുട്ടിയുണ്ടായിരുന്നു. അങ്ങനത്തെ സമയത്ത് അവർ മറ്റൊരു വിവാഹത്തിന് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മറ്റ് പല ആളുകളും അവരെ വിവാഹം ആലോചിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. വക്കാന സാദാത്തു വറുഅസാഉ യഹരിസൂന അലാ സവാജിഹ, അവർ വിവാഹം കഴിക്കാൻ വേണ്ടി അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രമുഖരായ ആളുകൾ, ഗോത്ര തലവന്മാരായ ആളുകൾ താല്പര്യം കാണിച്ച് അന്വേഷിച്ചു വരുമായിരുന്നു. പക്ഷെ അവരെയൊന്നും വിവാഹം കഴിക്കാതെ അവർ വിസമ്മതിച്ച് നിൽക്കുകയായിരുന്നു. പറ്റുന്നൊരു നല്ല ഒരു സ്വഭാവവും നന്മയും ഗുണവുമൊക്കെ ഉള്ള ഒരു ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ ഫഹദസത് ബിമാ ഫീ നഫ്സിഹ ഇലാ സ്വദീഖത്തിഹ നഫീസ ബിൻതി മുനബ്ബിഹ്, മുനബ്ബിഹിൻ്റെ മകളായ നഫീസ അവരുടെ കൂട്ടുകാരിയായിരുന്നു. അവരോട് അവരുടെ മനസ്സിലുള്ള ഈ ആഗ്രഹം അവർ പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ 25 വയസ്സാണ്, അവർക്ക് 40 വയസ്സുണ്ട്. പക്ഷെ എന്നാൽ പോലും പ്രവാചകൻ്റെ സ്വഭാവവും കാര്യങ്ങളും കണ്ടപ്പോൾ അവർക്കുള്ള ആഗ്രഹം അവരുടെ കൂട്ടുകാരിയോട് അവർ പറഞ്ഞു. ഹാദിഹി ദഹബത്ത് ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുഫാത്തിഹുഹു അൻ യതസവ്വജ ഖദീജ, അപ്പോൾ ഖദീജ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അവർ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നഫീസ പ്രവാചകൻ്റെ അടുത്തേക്ക് പോയി. ഫറളിയ ബിദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തോട് തൃപ്തിപ്പെട്ടു. ഖദീജ റളിയല്ലാഹു അൻഹ സമ്പന്നയായിരുന്നു, ബഹുമാന ആദരണീയമായ കുടുംബത്തിൽപ്പെട്ട വ്യക്തിത്വമുള്ള സ്ത്രീയായിരുന്നു. വിവാഹം കഴിച്ചതിൻ്റെ ശേഷം അവരുടെ നന്മ എത്രത്തോളമുണ്ട് എന്നുള്ളത് മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, പ്രായത്തിൻ്റെ ഇതിൽ കൂടെ മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടും, അവരുടെ മറ്റുള്ള സേവനങ്ങളും ഖിദ്മത്തുകളും സഹായങ്ങളും ഭാര്യയുടെ ഭാഗത്തിൽ നിന്നുകൊണ്ട്, രണ്ട് സ്ത്രീകളുടെ ഭാഗത്ത്, ഒന്ന് പ്രായവും പക്വതയുമുള്ള മാതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, മറ്റൊന്ന് ഭാര്യയായിക്കൊണ്ടുള്ള സേവനങ്ങളും ഖിദ്മത്തുകളും ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായി ഖദീജ റളിയല്ലാഹു അൻഹ അത് നിർവഹിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ശക്തമായ ഹിക്മത്തുകൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും 25 വയസ്സുള്ള പ്രവാചകന് 40 വയസ്സുള്ള ഈ സ്ത്രീയെ ഭാര്യയാക്കി നിശ്ചയിച്ചു കൊടുത്തു എന്നുള്ളതിൽ അള്ളാഹുവിൻ്റെ ശക്തമായ ഹിക്മത്തുകൾ ഉണ്ടാകും താനും. അങ്ങനെ ഫറളിയ ബിദാലിക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടു. വകല്ലമ അമാമഹു, തൻ്റെ പിതൃവ്യന്മാരുടെ അബൂ താലിബ് അടക്കമുള്ള പിതൃവ്യന്മാരുടെ കാര്യങ്ങൾ സംസാരിച്ചു. ഫദഹബു ഇല അമ്മി ഖദീജത, ഖദീജയുടെ പിതൃവ്യൻ്റെ അടുത്തേക്ക് പോയി. ചില റിവായത്തുകൾ പിതാവുണ്ടായിരുന്നു എന്നുണ്ട്. വഖതബൂഹ ഇലൈഹി, അങ്ങനെ ഖദീജയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിവാഹ ആലോചന അവർ അന്വേഷിച്ചു. വഅല ഇസ്രി ദാലിക തമ്മ സവാജ്, അങ്ങനെ കുടുംബങ്ങളൊക്കെ അറിഞ്ഞ് ഹലാലായ അനുവദനീയമായ നിലക്കുള്ള രൂപത്തിൽ തന്നെ ആ വിവാഹ കാര്യങ്ങൾ പൂർത്തിയായി. വഹളറൽ അഖദ ബനു ഹാഷിമിൻ വറുഅസാഉ മുളർ ഗോത്രത്തിൽപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ കുടുംബത്തിൽപ്പെട്ട ബനു ഹാഷിം റസൂലിൻ്റെ അവരെല്ലാവരും ആ പറയുന്ന നിക്കാഹിൻ്റെ ആ ഇടപാടിൽ, ആ സദസ്സിൽ പങ്കെടുത്തു. വദാലിക ബഅദ റുജൂഇഹി മിന ശാമി ബിശഹ്റൈൻ, ഷാമിൽ നിന്ന് കച്ചവടം ചെയ്ത് മടങ്ങി 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. വഅസ്ബഖഹ 20 ബക്റതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പേരും പ്രശസ്തിയുള്ള സമ്പത്തുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് അവരെ പോലത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പോലത്തെ ഒരു മഹർ എന്നുള്ള നിലക്ക് 20 ഒട്ടകങ്ങൾ, ബക്രത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭം ധരിക്കാനും പ്രസവിക്കാനൊക്കെ അടുത്തായ നല്ല യുവത്വം തുളുമ്പുന്ന 20 ഒട്ടകങ്ങൾ മഹറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തു. സ്വാഭാവികമായിട്ടും അതിനുള്ള കാശും വരുമാനങ്ങളൊക്കെ റസൂലിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടാകും. കച്ചവടം കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരുപക്ഷെ അവർ തന്നെ കൊടുത്തതുണ്ടാകും. വകാനത് സിന്നുഹാ ഇദാക 40 സനതൻ, ഖദീജ റളിയല്ലാഹു അൻഹ ആ സമയത്ത് 40 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വകാനത് യൗമൈദിൻ അഫ്ളല നിസാഇ ഖൗമിഹാ നസബൻ വസർവതൻ വഅഖല, അവരുടെ കുടുംബത്തിലുള്ള അന്ന് അവരുടെ കുടുംബത്തിലുള്ള ഏറ്റവും നല്ല മഹത്തായ തറവാടും അതേപോലെ സമ്പത്തും നല്ല ബുദ്ധിയും തൻ്റെടവും പക്വതയും ഇതൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയുള്ള വഹി വന്ന സമയത്ത്, ആ ആരംഭത്തിൻ്റെ തുടക്കത്തിൻ്റെ സമയത്ത് പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ എടുത്ത സമീപനം, രീതി, അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി നമുക്ക് അറിയുന്നതാണ്, മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ബുദ്ധിയുടെയും അവരുടെ പക്വതയുടെയും അവരുടെ വിശ്വാസ്യതയുടെയും അവരുടെ ഏറ്റെടുത്ത ബാധ്യതയും അതിൻ്റെ നന്മയും
ആ പറയുന്നത് അവർ മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പൂർത്തിയാക്കി നിർവഹിച്ചു. ആ വിവാഹത്തിൻ്റെ ശേഷം പിന്നെ പറയത്തക്ക നിലക്ക് കുടുംബത്തിൻ്റെ ബാധ്യതയ്ക്ക് ഭാരത്തിന് വേണ്ടി പ്രവാചകന് തൊഴിലെടുക്കേണ്ട സമ്പത്ത് നേടേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിട്ടില്ല താനും എന്നുള്ളതാണ്. പ്രവാചകന് നുബുവത്ത് കിട്ടുന്നത് വരെയുള്ള കുടുംബത്തിൻ്റെ ബാധ്യതയും നുബുവത്ത് കിട്ടിയതിൻ്റെ ശേഷം സമൂഹത്തിൽ നിന്ന് വന്ന എതിർപ്പുകളും കാര്യങ്ങൾക്ക് അതിൻ്റെ മുന്നിൽ ശക്തമായി കരുത്തോടുകൂടെ പ്രവാചകൻ്റെ കൂടെ താങ്ങും തണലുമായി നിൽക്കുന്ന പക്വത അവർ കാണിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുകയും സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വളരെ മഹത്തായ ഒരു കൊട്ടാരം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ ശബ്ദകോലാഹലങ്ങളോ അതിൽ ഏതെങ്കിലും ജോലിയുടെ ക്ഷീണമോ തളർച്ചയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത നിലക്കുള്ള വളരെ മഹത്തായ ഒരു മുത്തിനായുള്ളൊരു കൊട്ടാരം അവിടെ ഒരുക്കി വെച്ചു എന്നുള്ള സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഖദീജ റളിയല്ലാഹു അൻഹ അതുപോലത്തെ സ്ത്രീകളെ മാതൃകയാക്കുകയാണ് സ്ത്രീകൾ വേണ്ടത്. സമ്പത്ത് ലഭിച്ചു, സൗന്ദര്യം ലഭിച്ചു എന്നൊക്കെ കരുതി ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായി പാലിക്കാനും പ്രയാസങ്ങളുള്ള സമയത്ത് അവരെ കൂടെ വിശ്വാസ്യതയോടുകൂടെ നിൽക്കാനും, പ്രത്യേകിച്ച് ദഅവത്തിനും ദീനിൻ്റെ കാര്യങ്ങളിലും ഇബാദത്തുകൾക്കും അതിനൊക്കെ അവരുടെ കൂടെ സഹായികളായി നിൽക്കാൻ തയ്യാറാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുന്യവിയായ നിഅമത്തുകൾ നൽകി എന്ന് കരുതിയിട്ട് ഒരിക്കലും അതിൻ്റെ തലക്കനമോ അതല്ലെങ്കിൽ അതിൻ്റേതായ പ്രൗഢിയോ പത്രാസോ കാണിച്ച് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മഹത്തായ പ്രതിഫലങ്ങൾ അവർക്ക് നൽകും ചെയ്യും. അവർ വളരെ താഴ്മയും വിനയവും പക്വതയും പ്രയാസത്തിൻ്റെ സമയത്ത് എല്ലാവിധ സഹായ സഹകരണങ്ങളും സമാധാനിപ്പിക്കുന്ന വാക്കുകളുമൊക്കെ നൽകിക്കൊണ്ട് ശേഷം അവർ എടുത്ത നിലപാടുകളൊക്കെ ശേഷം പറയുന്നുണ്ട്. വഹിയ അവ്വലു ഇംറഅത്തിൻ തസവ്വജഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച ആദ്യത്തെ സ്ത്രീയാണ്. വലം യതസവ്വജ അലൈഹാ ഗൈറഹാ ഹത്താ മാതത് റളിയല്ലാഹു അൻഹാ. അവർ വഫാത്താകുന്നതുവരെ മറ്റൊരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടില്ല. വകുല്ലു ഔലാദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹാ സിവ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയല്ലാത്ത മറ്റുള്ള എല്ലാ കുട്ടികളും ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയത്, ദാനമായി നൽകിയത്. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി അതിൻ്റെ മാതാവ് മാരിയത്തുൽ ഖിബ്തിയ, ഈജിപ്ഷ്യയായ മിസ്രിയത്തായ മാരിയ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മുഖൗഖിസ് എന്ന് പറയുന്ന രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായിട്ട് കൊടുത്തയച്ചതായിരുന്നു മാരിയ എന്ന് പറയുന്നതും പിന്നെ നസ്രീനോ സീരീനെന്നോ അവരുടെ സഹോദരിയായ രണ്ട് പെൺകുട്ടികളെ, ഈ പറയുന്ന സഹോദരിമാരായ രണ്ട് മാരിയത്തും നസ്രീനോ സീരീൻ എന്താണ് അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, ഈ പറയുന്ന രണ്ട് പെൺകുട്ടികളെയും സമ്മാനമായി കൊടുത്തയച്ചതായിരുന്നു. ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബിയുടെ മുഖേന അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാരിയയെ സ്വീകരിച്ചു, മറ്റേ സഹോദരിയെ ഈ പറയുന്ന സഹാബിക്ക് ദാനമായി നൽകി. ആ മാരിയയിലുണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനായ ഇബ്രാഹിം. അതല്ലാത്ത മറ്റുള്ള കുട്ടികൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഉണ്ടായത്. വലദത് ലഹു അവ്വലൻ അൽ ഖാസിം. അവർ 40 വയസ്സാണെങ്കിലും ആരോഗ്യവും കാര്യങ്ങളൊക്കെ ശാരീരികമായിട്ടൊക്കെ അവൾ വളരെ യുവതികളുടെ ആ ഘടനയിലായിരുന്നു. അവ്വലൻ അൽ ഖാസിം എന്ന് പറയുന്ന കുട്ടിയെയാണ് ഏറ്റവും ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രസവിച്ചത്. വബിഹി കാന യുഖന്ന, അബുൽ ഖാസിം എന്ന പേരിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടിരുന്നത്. കുഞ്ഞത്ത് അങ്ങനെയായിരുന്നു. സഹാബികളൊക്കെ സാധാരണ യാ റസൂലല്ലാഹ് യാ നബി അല്ലാഹ് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്. യൂതന്മാരായ ആളുകളൊക്കെ പലപ്പോഴും വന്ന് യാ അബുൽ ഖാസിം എന്ന് ഒക്കെ വിളിക്കലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, അബ്ദുള്ള ഈ പറയുന്ന കുട്ടികളായിരുന്നു. വകാന അബ്ദുള്ള യുലഖബു ബിത്തയ്യിബി വത്വാഹിർ. അബ്ദുള്ള എന്ന് പറയുന്ന ആ കുട്ടിക്ക് ത്വയ്യിബ്, ത്വാഹിർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കുഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, വത്തക്കന്നി അദബു മിൻ ആദാബിൽ ഇസ്ലാം. കുഞ്ഞത്ത് പറയാ എന്ന് പറയുന്ന ഇസ്ലാമിക മര്യാദകളിൽപ്പെട്ട മര്യാദയാണ്. ലൈസ ലഹു നദീറുൻ ഇൻദൽ ഉമമിൽ ഉഖ്റ ഫീമാ ആലം. എൻ്റെ അറിവനുസരിച്ച് മറ്റു സമുദായങ്ങളിലും ഈ കുഞ്ഞത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല തന്നെ. അത് ഇസ്ലാമികമായ ഒരു മര്യാദയാണ്, സ്വഭാവമാണ്. അതുകൊണ്ട് ഫഅലൽ മുസ്ലിമീന അൻ യതമസ്സകൂ ബിഹി റിജാലൻ വനിസാഅൻ. സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞത്ത് സ്വീകരിക്കണം.
പരസ്പരം അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞത്തിൽ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കുഞ്ഞത്ത് വെക്കുക. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണ് അബു അബ്ദുള്ള, അബു അബ്ദുറഹ്മാൻ എന്നത് പറഞ്ഞതുപോലത്തെ കുഞ്ഞത്തുകൾ വെക്കുക. സ്ത്രീകളാണെങ്കിൽ ഉമ്മു അബ്ദുള്ള, ഉമ്മു അബ്ദുറഹ്മാൻ, ഉമ്മുൽ ഫضൽ എന്ന് പറഞ്ഞു. വയദ്ഉ മാ തസറബ ഇലൈഹിം മിൻ ആദാത്തിൽ ആജിം, അറബികളല്ലാത്ത ആളുകളുടെ പതിവുകൾ, രീതികൾ മുസ്ലിമീങ്ങളിൽ കടന്ന് വന്ന് അതൊക്കെ ഒഴിവാക്കുക. ഏതുപോലെ അഫന്തി ഭാഷ, ഇതൊക്കെ ഈജിപ്ഷ്യന്മാരൊക്കെ പലരും പറയുന്നതാണ്. അതിൽ ബോസ്, അതല്ലെങ്കിൽ പിന്നെ പേര് വെച്ചിട്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വേറെ ടൈറ്റിൽ പേരുകളുണ്ട്, ലോമന പേരുകൾ, മാനു മാളു പോലത്തെ ഒരുപാട് പേരുകൾ. ആ പറയുന്ന സംസ്കാരം മാറ്റി പരമാവധി നല്ല പേര് വെക്കുക കുട്ടികൾക്ക്. അതോടുകൂടെ കുഞ്ഞത്തും വെക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കുഞ്ഞത്ത് വെക്കണം, കുട്ടികളുണ്ടായാൽ. അല്ലാഞ്ഞാൽ മറ്റുള്ള ലഖബുകൾ, ഏതെങ്കിലും പേരുകൾ കടന്നു വരും. ലഖബുകൾ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനത്തെ പേരുകൾ, ടൈറ്റിൽ പേരുകൾ കടന്നു വന്നിട്ട് അതാളുകൾ പറയും. അത് ഇസ്ലാമിക സംസ്കാരത്തിന് എതിരാണ്, ഇസ്ലാമിക സംസ്കാരത്തിന് എതിരാണ്. കുഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾ ഈ പറയുന്ന കുഞ്ഞത്ത് വെക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുഞ്ഞത്തുണ്ടായിട്ടുണ്ട്. സഹാബത്തിൽപ്പെട്ട പല ആളുകളും അബു ഉമ്മ് എന്നുള്ള ഈ പേര് കൊണ്ട് തുടങ്ങും. അതിനാ കുഞ്ഞത്ത് കുഞ്ഞത്ത് എന്ന് പറയാം, കുഞ്ഞത്ത് എന്ന് പറയാം. ലഖബ് എന്ന സ്ഥാന പേരുകളാണ്. മുഹീദ്ദീൻ, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നത് പോലെ അതാണ് ലഖബ് സ്ഥാനം. അമീറുൽ മുഅ്മിനീൻ, ഇങ്ങനത്തെ പേരുകൾ, ഖലീഫത്തുർ റസൂൽ, അതൊക്കെ ലഖബുകൾ എന്നുള്ള പേര്, സ്ഥാന പേരുകൾ എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞത്ത് എന്ന് പറയും മുസ്ലിമായ ഒരു മനുഷ്യനെ ബഹുമാനിച്ചാദരിക്കാൻ വേണ്ടി വിളിക്കുന്ന പേരാണ് കുഞ്ഞത്ത്. നമ്മൾ ബഹുമാനിച്ചാദരിക്കുന്ന പണ്ഡിതന്മാരാണ്, ഭരണാധികാരികളാണ്, ബഹുമാനാദരവുള്ള ആളുകളാണ്, അവരെ ബഹുമാനിക്കുകയാണെങ്കിൽ കുഞ്ഞത്ത് അബാ അബ്ദുള്ള, അബാ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ് വിളിക്കുക. അത് ആ മനുഷ്യനെ ബഹുമാനിച്ചു ആദരിച്ചതിൻ്റെ പേരിൽ അറിയിക്കുന്നതാണ്. അതല്ലാതെ അയാളെ വിളിച്ച് നിന്ദിച്ചു എന്നുള്ളതല്ല. അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ. പിന്നെ കുഞ്ഞത്ത് ഫാസിഖീങ്ങൾ, കാഫിരീങ്ങൾ, മുബ്തദിഈങ്ങൾ, അവർക്കൊക്കെ കുഞ്ഞത്ത് പറയാമെന്ന ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കുഞ്ഞത്ത് പറയാം. പക്ഷെ അത് അവരുടെ ആദരവിൻ്റെ മേൽ അറിയിക്കുന്നതൊന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബ് കണ്ടോ, അബ്ദുൽ ഉസ്സ എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. അബ്ദുൽ ഉസ്സ ബിമ്മത്തിനേക്ക് ചേർത്തുകൊണ്ടുള്ള പേരായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ലഹബ് എന്ന് വിളിച്ചു. അത് അവൻ്റെ ബഹുമാനത്തിൻ്റെ പേരിൽ അറിയിക്കുന്നതൊന്നല്ല. അതേപോലെ ഫാസിഖാണ്, മുബ്തദിഈങ്ങളാണെങ്കിൽ അവർക്ക് കുഞ്ഞത്ത് വെച്ചാൽ ബഹുമാനത്തിൻ്റെ പേരിൽ അറിയിക്കൂല. പക്ഷേ അങ്ങനെ വിളിക്കുന്നതിന് വിരോധമൊന്നുമില്ല എന്നുള്ളതാണ്. ഖബറു അബീ റഗാൽ, ഖബറു അബീ റഗാൽ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ പിന്നെ കുട്ടികളെ പേരുകൊണ്ട് തന്നെ ആവണമെന്നില്ല കുഞ്ഞത്ത്. കുട്ടികളെ പേരുകൊണ്ട് തന്നെ ആവണം എന്നില്ല. ഉദാഹരണം പറയാം, അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖും യാ അബാ തുറാബ്, ഖും യാ അബാ തുറാബ്. അലി റളിയല്ലാഹു അബുൽ ഹസൻ എന്ന് കുഞ്ഞത്തുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അബൂ തുറാബി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പേര് വിളിച്ചതുകൊണ്ട്. യാ അബാഹിർ, യാ അബാഹിർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ആ കുഞ്ഞത്ത്. അത് ഹിർ എന്ന ഒരു ജീവിയിലേക്ക് ചേർത്തുകൊണ്ടാണ് അബൂ ഹിർ അതല്ലെങ്കിൽ അബൂ ഹുറൈറ എന്ന് പറയുന്നതൊക്കെ. അബൂബക്കർ സിദ്ദീഖ് കുട്ടികളില്ലാതെയും കുഞ്ഞത്ത് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബക്കർ എന്ന് പറയുന്ന ഒരു കുട്ടിയില്ലായിരുന്നു. ബക്കർ എന്ന് പറഞ്ഞ കുട്ടിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അബൂബക്കർ എന്ന് പറയുന്ന ആ പേരിലാണ് അറിയപ്പെട്ടത്, ആ കുഞ്ഞത്തിലാണ് അറിയപ്പെട്ടത്. പിന്നെ വലിയ കുട്ടികളുടെ പേരിൽ തന്നെ ആവണം എന്നുമില്ല കുഞ്ഞത്തിൻ്റെ കാര്യത്തിൽ. സാധാരണ അങ്ങനെയാണ്, വലിയ കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികളുടെ പേരിൽ വെക്കുക എന്നുള്ളതുള്ളൂ. ആ കുട്ടികൾ ഏറ്റവും ശ്രേഷ്ഠരാണെങ്കിൽ പോലും അവരെ പേരിൽ തന്നെ ആവണം എന്നൊന്നുമില്ല. ഇനി അഫ്ളലല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. കുഞ്ഞത്തുകൾ ഒരാൾക്ക് മാറ്റാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബുൽ ഹക്കം എന്ന് പറഞ്ഞ ഒരാൾ വന്ന സമയത്ത് ആ പേര് മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലേക്ക് വെച്ചതുണ്ട്. അതേപോലെ ലജ്നത്ത് ദായിമയോട് ഫത്വ ചോദിക്കുന്ന സമയത്ത് കുഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഏത് കുട്ടികളുടെയും ഒരാൾക്ക് കുഞ്ഞത്ത് സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ ഫളലോ നന്മകളോ അതിൻ്റെ പേരിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് വിരോധമില്ല, കുഞ്ഞത്ത് വിരോധമില്ല. അതേപോലെ തന്നെ പെൺകുട്ടികളെ പേര് കൊണ്ട് ഒരാൾക്ക് കുഞ്ഞത്ത് വെക്കാം. പെൺകുട്ടികളെ പേര് കൊണ്ട് കുഞ്ഞത്ത് അബു ഖദീജ, അബു ഫാത്തിമ, കുഞ്ഞത്ത് അങ്ങനെ വെക്കാം. ആൺകുട്ടികളുണ്ടെങ്കിൽ പോലും ആൺകുട്ടികളുണ്ട്. ഒന്നിൽ അധികം കുഞ്ഞത്ത് വെക്കാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒന്നിലധികം കുഞ്ഞത്തുകൾ ഉണ്ടായിരുന്നു. അബു അമ്ർ, അബു അബ്ദുള്ള എന്നുണ്ടായിരുന്നു. അബു ലൈല, അങ്ങനെ 3 കുഞ്ഞത്തുകൾ ഉണ്ടായിരുന്നു. അബു ദർദാ റളിയല്ലാഹു അൻഹു ദർദാ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ദർദാ, ആ പറയുന്ന പേര് ദർദാ സ്ത്രീയുടെ പേരാണ്. അങ്ങനെ കുഞ്ഞത്ത് വെച്ചിരുന്നു. ഇങ്ങനെയൊക്കെ കുഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ചുരുക്കത്തിൽ നമ്മൾ കുഞ്ഞത്ത് സ്വീകരിക്കണം. ഇനിയിപ്പോൾ ഒരു കുട്ടി ചെറിയ കുട്ടിയാണ്, ആ കുഞ്ഞിന് വേറെ കുട്ടികൾ വിവാഹമൊന്നും ആയിട്ടില്ല. ആ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് അതിന് കുഞ്ഞത്ത് കൊണ്ട് വിളിക്കുക.
കുട്ടികളില്ലാത്ത ആളുകൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കുട്ടികളില്ലായിരുന്നു. അതോടുകൂടെ അബ്ദുല്ലാഹിബിൻ അസ്മാ റളിയല്ലാഹു അൻഹ ജ്യേഷ്ഠത്തിയുടെ മകനായ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ പേരിൽ കുഞ്ഞത്ത് ഉമ്മു അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. കുട്ടികളില്ലായിരുന്നു ജ്യേഷ്ഠത്തിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഭവം പറഞ്ഞു കുഞ്ഞത്ത് വെക്കാൻ കുട്ടികളില്ലാത്തതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു നീ ഉമ്മു അബ്ദുള്ളയാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വിളിച്ചു. മരിക്കുന്നത് ഒരു ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മു അബ്ദുള്ളയായിരുന്നു. പിന്നെ വിവാഹത്തിൻ്റെ ശേഷം കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് കുഞ്ഞത്ത് വെക്കുക, ചെറിയ കുട്ടികൾക്ക് കുഞ്ഞത്ത് വെക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കുട്ടികൾക്ക് കുഞ്ഞത്ത് വെക്കി, അതല്ലെങ്കിൽ ഏതെങ്കിലും ടൈറ്റിൽ പേരുകൾ, ഈ പറയുന്ന ലഖബുകൾ, സ്ഥാനപ്പേരുകൾ ചീത്തയാതും മറ്റും ആ കുട്ടികളുടെ പേരിൽ അറിയപ്പെട്ട് പ്രസിദ്ധരാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ചുരുക്കത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾ കുഞ്ഞത്ത് വെക്കുക, അതിൻ്റെ പേരിൽ അഭിസംബോധന ചെയ്യുക. അത് ആദരവിൻ്റെ പേരിൽ അറിയിക്കും, ബഹുമാനത്തിൻ്റെ പേരിൽ അറിയിക്കുന്നതാണ്. ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും മേൽ അറിയിക്കുന്നതാണ്. പിന്നെ മറ്റുള്ള അബ്ദുള്ള എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടി അതിന് ത്വയ്യിബ്, ത്വാഹിർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. വമാത ബനൂഹു കുല്ലുഹും ഫീ സിഗാരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടികൾ മുഴുവനും ചെറിയ പ്രായത്തിൽ തന്നെ അവർ വഫാത്താവുകയും മരണപ്പെടുകയും ചെയ്തു. അമ്മൽ ബനാത്തു ഫകുല്ലുഹുന്ന അദ്റക്നൽ ഇസ്ലാം. പെൺകുട്ടികൾ മുഴുവനും ഇസ്ലാം അവരെത്തിച്ചു, വലുതായി, വിവാഹം ചെയ്തു, അവർ മുസ്ലിമീങ്ങളായി, അവർ മക്കയിൽ മദീനയ്ക്ക് ഹിജ്റ പോയി, വിവാഹം ചെയ്തു പോയി. ഇല്ല അന്നഹുന്ന അദ്റകത്ഹുന്ന അൽ വഫാത്തു ഫീ ഹയാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ പെൺമക്കൾ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ വഫാത്ത് അവരെ പിടികൂടി, അവരൊക്കെ മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ മരിച്ചു. സിവ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത മറ്റുള്ള കുട്ടികളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്ത് നേരിട്ട പരീക്ഷണങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് പിതാവ് മരിച്ചുപോയി. 1-6 വയസ്സാകുന്ന സമയത്ത് മാതാവ് മരിച്ചുപോയി. വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ ഭാര്യ മരിച്ചുപോയി. പിന്നീട് അതിലുണ്ടായിരുന്ന കുട്ടികളും അതില്ലാത്ത ഇബ്രാഹിം എന്ന ആ കുട്ടിയടക്കമുള്ള ആൺകുട്ടികൾ ആദ്യം മരിച്ചുപോയി. പെൺകുട്ടികൾ വിവാഹം കഴിച്ചു വന്ന് തൻ്റെ കൂടെയൊക്കെ ജീവിച്ചു പോരുന്നതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്നായിട്ട് ആ പെൺകുട്ടികൾ മരിച്ചുപോയി. പിന്നീട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർ മാത്രമാണ് പിന്നീട് ആ കുടുംബത്തിൽ ബാക്കിയുള്ള അവസ്ഥയിൽ വരുന്നത്. ഫഖത്ത് തഅഖറത് ബഅദഹു 6 അശ്ഹുരിൻ തുമ്മ ലഹിഖത് ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ പോവുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ആ വിവരം സങ്കടം പറഞ്ഞു. അവരാദ്യം കരഞ്ഞു. പിന്നീട് അവരോട് പറഞ്ഞു എൻ്റെ ശേഷം ഏറ്റവും ആദ്യം എന്നോട് ചേരാൻ പോകുന്നത് നീയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചു. ഇതൊക്കെ പറഞ്ഞ സഹിയായ ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 6 മാസം കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നുബുവത്തിൻ്റെ മുമ്പുണ്ടായ വലിയൊരു സംഭവമാണ് കാബ ഷരീഫ് പുതുക്കി പണിയുന്ന കാര്യത്തിൽ സ്തുത്യർഹമായ നിലക്ക് അതിൽ പങ്കെടുത്തു എന്ന് ഭാഗവാക്കായി എന്നുള്ളത്. ബിനാ ഉൽ കാബത്തി വ ഖദിയത്തു തഹ്കീം. കാബ ഷരീഫിനെ പുതുക്കി പണിയാണ് കുറേശികൾ. അങ്ങനെ പുതുക്കി പണിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഹജറുൽ അസ്വദ് എവിടെയാണ്, ആരാണത് ആ സ്ഥലത്തേക്ക് വെക്കേണ്ടത് എന്ന് പറയുന്ന തീരുമാനം വന്ന അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുത്യർഹമായ നിലക്കുള്ള ഒരു വിധികർത്താവായി പങ്കെടുത്ത സംഭവം. വാലി 35 സന മിൻ മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ ശേഷം 35-ാമത്തെ വർഷത്തിൽ ഖാമത്ത് ഖുറൈശു ബി ബിനാഇൽ കാബ. ഖുറൈശികൾ കാബ ഷരീഫിനെ പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വദാലിക്, അതിന് കാരണം ലിഅന്നൽ കാബത കാനത്ത് റളമൻ ഫൗഖൽ ഖാമ. കാബ എന്ന് പറയുന്നത് ആദ്യ സമയത്ത് ഒരാളെ മുകളിലുള്ള ഉയരത്തിൽ വലിയ വലിയ കല്ലുകൾ നാട്ടിവെച്ചതായിരുന്നു. ഒരു ഭവനം പോലെ, ഒരു വീട് പോലത്തെ ഒരു മേൽക്കൂരയും സാഹചര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരാളെ ഉയരത്തിൽ കുറച്ച് കല്ലുകൾ ഇങ്ങനെ അടുക്കി ഒരു മതിൽ പോലെ, ഒരു ചുമര് പോലെ വെച്ചിട്ടുള്ള ഒന്നായിരുന്നു കാബ ഷരീഫ്. ഇർതിഫാഉഹ 9 അദ്റുഇൻ മിൻ അഹദി ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ 9 മുഴം ഉയരത്തിൽ ഉള്ള ഒരു സംവിധാനമായിരുന്നു കാബ ഷരീഫ്. അതിന് മേൽക്കൂരെ, അതിന് വാതിലോ അതിന് അടച്ചുറപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വലം യകുല്ലഹ സഖഫുൻ, മേൽക്കൂര ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫസറഖ നഫറും മിനൽ ലുസൂസി കൻസഹ അല്ലദീ കാന ഫീ ജൗഫിഹ. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നിധികൾ, സമ്പത്തുകൾ ഉണ്ടായിരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് സംഭാവനയായി കൊടുക്കുന്ന, അതൊക്കെ വിശ്വാസികളുടെ മേലിൽ അവർ അതിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതുമായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കള്ളന്മാരായ ആളുകൾ രാത്രി സമയത്ത് വന്നിട്ട് അതിലുള്ള ആ സമ്പത്തും കാര്യങ്ങളൊക്കെ അവർ കട്ടുകൊണ്ടുപോയി. കള്ളന്മാർക്ക് ഏതാണെങ്കിലും അവരങ്ങനെയാണ് കട്ടുകൊണ്ടുപോയി.
وكانت مع ذلك قد تعرضت باعتبارها أثرا قديما للأوادي التي أذهبت ببنيانها. അതിൽ തീപിടുത്തമുണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയ പ്രളയം വന്നിട്ട് അവിടെയൊക്കെ വൃത്തികേടുകളും പ്രയാസപ്പെടുന്ന നിലക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നുണ്ടായിരുന്ന കാബ ഷരീഫ് എന്ന് പറയുന്ന അത് നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു കുന്നായിരുന്നു. അങ്ങനെ വലിയ മഴവെള്ളങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അത് താഴ്ന്ന പ്രദേശമാണ്, മറ്റുള്ള പ്രദേശം ചുറ്റുവാൻ നോക്കും. അങ്ങനെ മഴവെള്ളങ്ങൾ വന്നാൽ ആ വെള്ളങ്ങൾ അങ്ങോട്ട് വരികയും ആ കുന്നിൻ്റെ ചുറ്റുഭാഗത്തിൽ കൂടെ ഇടവും വലുവായിട്ട് ആ വെള്ളം ഒലിച്ചു പോവുക, ഇങ്ങനെയായിരുന്നു. അതിൻ്റെ മുകളിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിൻ്റെ കൂടെ ഈ പറയുന്ന കല്ലുകൾ ഇങ്ങനെ നാട്ടിയിട്ട് ഒരു ഭവനത്തിൻ്റെ രൂപത്തിൽ ചെറിയ നിലക്കുണ്ടാക്കിയിരുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഈ പറയുന്ന മഴവെള്ളപ്പാച്ചിലുകൾ കാരണം, തീപിടുത്തം കാരണം, മറ്റ് പല നിലക്ക് ഈ പറയുന്ന കളവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു ചാടാനായിരുന്നു. ഖബല ബിഅസതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി 5 സിനീൻ, 5 വർഷം മുമ്പ് പ്രവാചകന്റെ നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് ജറഫ മക്കത്ത സൈലുൻ അരിമുൻ ഇൻ ഹദറ ഇലൽ ബൈത്തുൽ ഹറം, വലിയൊരു വെള്ളപ്പാച്ചിൽ വന്ന് ഈ പറയുന്ന ബൈത്തുൽ ഹറാമിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് ഒലിച്ചു വന്ന് ഫഔഷകത്തിൽ കാബത്ത് മിൻഹു അലൻഹിയാർ, ഈ പറയുന്ന കല്ലുകളും അടുക്കി വെച്ച അതൊക്കെ തകർന്നു പോകാൻ അടുത്തായിരുന്നു, പൂർണ്ണമായിട്ട് തകർന്നു പോകാൻ അടുത്തായിരുന്നു. അപ്പോൾ ഫൽത്തറത്ത് ഖുറൈശൻ ഇലാ തജ്ദീദ് ബിനാഇഹ ഹിർസൻ അലാ മക്കാനത്തിഹ, കാബ ഷരീഫിനെ ഒന്ന് പുതുക്കി പണിത് അതിനെ ഒന്ന് വൃത്തിയാക്കി അള്ളാഹുവിൻ്റെ ഭവനത്തിനെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി അവർ നിർബന്ധിതരായി. വത്തഫഖു അലാ അല്ലാ യുദ്ഖിലു ഫീ ബിനാഇഹ ഇല്ലാ തയ്യിബൻ, ഈ കാബത്തിനെ പുതുക്കി പണിയുമ്പോൾ അതിലേക്ക് ഹലാലായ സമ്പത്തല്ലാതെ ആരും നൽകരുതേ എന്നവർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഫി ബിനാഇഹ ഇല്ലാ ത്വയ്യിബൻ, കാബ ഷരീഫിൻ്റെ പുതുക്കി പണിയുമ്പോൾ അതിലേക്ക് സംഭാവനയായിട്ട് ഹലാലായ ത്വയ്യിബല്ല ആയ സംഭാവനയല്ലാതെ ആരും അതിൽ കടത്തരുതേ എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഫലാ യുദ്ഖിലൂന ഫിഹാ മഹ്റ ബഗിയ്യിൻ, വേഷപ്പണി ചെയ്യുന്ന വ്യഭിചാരിണിയായ പെണ്ണ് അവൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന്, കൂലിയിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് ഇതിലേക്ക് അവൾ കൊണ്ടുവരുന്ന നൽകരുതേ എന്ന് പറഞ്ഞിരുന്നു. വല ബൈ റിബൻ, അതേപോലെ പലിശയിൽ നിന്നുണ്ടാകുന്ന ആ പലിശ വാങ്ങിയിട്ടുള്ള ആ വരുമാനം ഇതിലേക്ക് പ്രവേശിപ്പിക്കരുത്. വലാ മൊളമത്തി അഹദിൻ മിനന്നാസ്, ആരെങ്കിലും ആക്രമിച്ചിട്ട് വൽമ ചെയ്തിട്ട് എന്തെങ്കിലും നേടിയത് ഈ പറയുന്ന ഫണ്ടിലേക്ക് തരരുത് എന്നവർ തീരുമാനിച്ചിരുന്നു. സൂക്ഷ്മമായ ഏറ്റവും മാന്യമായ നിലപാടാണ് ഖുറൈശികൾ ഇവിടെ സ്വീകരിച്ച് മുശ്രിക്കീങ്ങളായിരുന്നു. ഇന്നൊക്കെ പല ആളുകളും പള്ളികളും ഭവനങ്ങളും എടുക്കുമ്പോൾ അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ വലിപ്പവും അതിൻ്റെ സൗന്ദര്യത്തിനു വേണ്ടി എവിടുന്നൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ അർഹിക്കുന്ന ഫലം അതിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആവശ്യത്തിലേറെ പ്രൗഢിയും ആവശ്യത്തിലേറെ ആർഭാടവും ആവശ്യത്തിലേറെ അതിൻ്റെ കൊത്തുപണികളും അതിൻ്റെ സൗന്ദര്യങ്ങളും ആളുകൾ വരുത്തുന്നു. പക്ഷേ മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ അനിൽ ഹുദ, പള്ളികൾ വലിയ വലിയ പള്ളികൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കാണും. പക്ഷേ ബഹുഭൂരിഭാഗം പള്ളികളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പരിശോധിച്ചാൽ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും അള്ളാഹുവിൻ്റെ ദീന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. പള്ളിയുടെ വലിപ്പത്തിൻ്റെ പേരിൽ ആവേശം കൊള്ളുകയും ചെയ്യുന്നു. അല്ലാഹുൽ മുസ്തആൻ. വക്കാനു, അങ്ങനെ വത്തഫഖു വലാ മദ്ലിമത്ത് അഹദ്, ആളുകൾ ആക്രമിച്ച സമ്പത്തൊന്നും അതിലേക്ക് ആരും കൊണ്ടുവരരുതേ, നൽകരുത്, ഇതിൽ കൂട്ടരുതേ എന്നവർ തീരുമാനമെടുത്തിരുന്നു. വക്കാനു യഹാബൂന ഹദ്മഹ, കാബ ഷരീഫിനെ പൊളിക്കാൻ അവർക്കൊരു പേടിയുണ്ടായിരുന്നു. പുതുക്കി പണിയാനാണ്, നന്നാക്കാനാണെന്നുള്ളത് ശരിയാണ് അവിടെ നിയത്ത്. പക്ഷെ എന്നാൽ പോലും ഇബ്രാഹിം നബി പടുത്തുയർത്തിയ ആ ഭവനത്തിനെ തകർക്കാൻ, പൊളിച്ച് രണ്ടാമത് ശരിയാക്കി എടുക്കുന്ന ആ ഒരു പണിയുണ്ടല്ലോ, അത് അവർക്ക് വളരെ ഭയമായിരുന്നു, പേടിയായിരുന്നു. അങ്ങനെ ഫബ്തദ ബിഹ അൽ വലീദ് ബിൻ മുഗൈറ അൽ മഖ്സൂമി, വലീദ് ബിൻ മുഗൈറ എന്ന് പറയുന്ന ആ പ്രമുഖനായ മനുഷ്യൻ അതിന് ആരംഭം കുറിച്ചു. ഫഅഖദൽ മിഅവൽ, മൺവെട്ടി എടുത്തിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ ലാ നുരീദു ഇല്ലൽ ഖൈർ, അല്ലാഹുവേ ഞങ്ങൾ നന്മയല്ലാതെ ഉദ്ദേശിക്കണില്ല, പേരെടുക്കലോ ആളുകളുടെ പ്രശസ്തിക്കോ ലോകമാന്യമൊന്നുമല്ല, ഞങ്ങളിവിടെ നന്മ മാത്രമേ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയ ഭവനമാണത്, അതിനെ ഒന്ന് പൊളിക്കാതെ പറഞ്ഞതുപോലെ അത്ര അവർ ഭയപ്പെട്ടിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള അത്ര ഭയം അവർക്കുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, അള്ളാഹുവിനുള്ള ആദരവുണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നന്മയല്ലാതെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നിയത്തതാണ്. മഹതമനാഹിയത്ത റുക്നേൻ, 2 മൂലയുടെ ഒരു ഭാഗം ആ മനുഷ്യൻ പൊളിച്ചു. വലമ്മാലം യുസ്ബുഹു ഷൈഉൻ, ആ മനുഷ്യന് എന്തെങ്കിലും ശിക്ഷേ ഉപദ്രവം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും പിടിപെട്ടിട്ടില്ല എന്ന് കണ്ടപ്പോൾ തബിഅഹുന്നാസു ഫിൽ ഹദ്മി ഫിൽ യൗമി സാനി, 2ാമത്തെ ദിവസം പൊളിക്കാൻ മറ്റുള്ള ആളുകളൊക്കെ ആ മനുഷ്യനെ അനുകരിച്ചുകൊണ്ട് പിന്തുടർന്നു. പേടിക്കാനൊന്നുമില്ല എന്ന് മനസ്സിലാക്കി.
വലം യസാലു ഫിൽ ഹദ്മി, അങ്ങനെ അവർ പൊളിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ വസലു ഇലാ ഖവാഇദി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്ത് ഒരുക്കി വെച്ച ആ അസ്ഥിവാര തറ ആ ഭാഗത്തേക്ക് എത്തുന്നത് വരെ അവർ പൊളിച്ചു. സുമ്മ അറാദു അൽ അഖ്ദ ഫിൽ ബിനാഇ ഫജസ്സഉൽ കഅബ, അങ്ങനെ പിന്നീട് രണ്ടാമത് പുതുക്കി പണിയാണ്, നന്നാക്കി അവരുണ്ടാക്കുകയാണ്. അപ്പോൾ ഫജസ്സഉൽ കഅബത്തെ, കഅബ ഷരീഫിൻ്റെ ഓരോ ഭാഗങ്ങൾ അവർ ഭാഗമാക്കി തിരിച്ചു. പല കുടുംബങ്ങളാണ്, പല ഗോത്രങ്ങളാണ്. അപ്പോൾ ഓരോ ഗോത്രങ്ങളും ഓരോ ഭാഗത്ത് എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം മഹത്വം ലഭിക്കാൻ വേണ്ടി വഖസ്വസൂ ലികുല്ലി ഖബീലത്തിൻ ജുസ്അൻ മിൻഹ, ഓരോ ഭാഗം ഓരോ കുടുംബത്തിന് വേണ്ടി അവർ പ്രത്യേകമായി ഒരുക്കി വെച്ചു, തയ്യാറാക്കി മാറ്റിവെച്ചു. ഫജമഅതു കുല്ലു ഖബീലത്തിൻ ഹിജാറത്തൻ അലാ ഹിദ, ഓരോ ഗോത്രക്കാരും അവരുടെ ഭാഗം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായ കല്ലുകൾ ഒരുമിച്ച് കൂട്ടി. വഅഖദു യബ്നൂനഹ, അവരതിനങ്ങനെ പടുത്തുയർത്താൻ തുടങ്ങി. വതവല്ലൽ ബിനാഅ ബന്നാഉൻ റൂമിയുൻ ഇസ്മുഹു ബാഖൂം എന്ന പേരുള്ള റോമക്കാരനായ, ഇങ്ങനത്തെ കാര്യത്തിൽ അഥവാ എഞ്ചിനീയറിംഗിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ പ്ലേനും പോലത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടാകും. അങ്ങനത്തെ ഒരു വ്യക്തി, ആ വ്യക്തിയാണത് ഏറ്റെടുത്തത്. അവരാണ് ഇതിൻ്റെ കാര്യങ്ങളും കണക്കും അളവും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് ചെയ്തത്. വലമ്മ ബലഗൽ ബുൻയാൻ മൗദിഅൽ ഹജറിൽ അസ്വദ്, അങ്ങനെ ഹജറുൽ അസ്വദ് വെക്കുന്ന അതുവരെ അവർ പടുത്ത് ആ ചുമരിങ്ങനെ പൊന്തി ഉയർന്നു വന്നപ്പോൾ ഇഖ്തലഫു, അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലെത്തി. ഫീമൻ യംതാസു ബിശറഫി വളഇഹി ഫീ മക്കാനിഹി, ഹജറുൽ അസ്വദിനെ അതിൻ്റെ നിർദ്ദിഷ്ട സ്ഥലത്ത് വെക്കുക ആരാ തിരഞ്ഞെടുക്കേണ്ടത്? ഞങ്ങളാണ്. ഓരോ കുടുംബങ്ങളും ഓരോ ഗോത്രക്കാരും അവർ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലെത്തി. വസ്തമറ നിസാഉ 4 ലയാലിൻ ഔ 5, 4-5 ദിവസം ആ പറയുന്ന തർക്കം അവരിൽ തുടർന്നു പോവുകയും ചെയ്തു. ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ, ഒരു ഒത്തുതീർപ്പിലെത്താൻ കഴിയാതെ ആ പറയുന്ന തീരുമാനത്തിൽ, ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കുഴപ്പങ്ങളായിട്ട് സംസാരങ്ങളായിട്ട് വഷ്തദ്, അങ്ങനെ ആ പറയുന്ന അഭിപ്രായ വ്യത്യാസം അത് ശക്തി പ്രാപിച്ചു. ഹത്താ കാദ യതഹവ്വലു ഇലാ ഹർബിൻ ളറൂസിൻ ഫി അർദിൽ ഹറം, പവിത്രമായ ആ സ്ഥലത്ത് മഹത്തായ ഒരു കാര്യത്തിൻ്റെ പേരിൽ ശക്തമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ അടുത്തായി. അഭിപ്രായത്തിനും കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇല്ല അന്ന അബാ ഉമയ്യത്ത് ബിനുൽ മുഗയ്യിറത്ത് ബിനുൽ മഖ്സൂമി, അബൂ ഉമയ്യ ബിനുൽ മുഗയ്യിറത്തുൽ മഖ്സൂമി, ആ മനുഷ്യൻ പ്രമുഖനായ പ്രായം ചെന്ന ആളായിരുന്നു. ആ മനുഷ്യൻ അറള അലൈഹിം, അവരുടെ മേലിൽ ഒരു തീരുമാനം, ഒരു അഭിപ്രായം അവരുടെ മുന്നിൽ വെച്ചു. അൻ യഹ്കുമു ഫീമാ ഷജറ ബൈനഹും, നിങ്ങളുടെ ഇടയിൽ ഇടപെട്ട ഈ പറയുന്ന ഉടലെടുത്ത ഈ വിഷയത്തിൽ വിധികർത്താവാകാൻ അവ്വലു ദാഖിലിൻ അലൈഹിം മിൻ ബാബിൽ മസ്ജിദി, പള്ളിയുടെ വാതിലിൽ കൂടെ ഏറ്റവും ആദ്യം കടന്നു വരുന്ന വ്യക്തി ആരാണെങ്കിലും ആ വ്യക്തി ഇത് തീരുമാനിക്കട്ടെ, അയാൾ പറയുന്നത് പോലെ ചെയ്യാന്നുള്ളൊരു തീരുമാനം ഏതെങ്കിലും എത്തണം. അപ്പോൾ ഫർത്തലൂഹു, അവരും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് അവർ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. വശാ അല്ലാഹു അൻ യകൂന ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ആദ്യം ആ പറയുന്ന വാതിൽ കൂടെ കടന്നു വന്നത് അള്ളാഹുവിൻ്റെ തീരുമാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു കടന്നു വന്നത്. ഫലമ്മാ റഅൗഹു ഹതഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സമയത്ത് അവരൊക്കെ ഒച്ചവെച്ചു. ഹാദൽ അമീൻ റളിയനാഹു, ഹാദാ മുഹമ്മദ് റളിയനാഹു, ഇതാ വിശ്വസ്തനായ ആൾ, ഞങ്ങളവന് തൃപ്തിപ്പെട്ടു. മുഹമ്മദാണ് വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് അദ്ദേഹത്തിന് സമ്മതമാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഫലം മൻതഹ ഇലൈഹിം, അങ്ങനെ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ അഖ്ബറുഹുൽ ഖബർ, ഇങ്ങനെയാണ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ തലബ റിദാഅൻ, ഒരു തട്ടം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. മറ്റു റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തട്ടമാണ് എന്നും വന്നിരിക്കുന്നു. ഫവളഅൽ ഹജറ വസ്തഹു, അങ്ങനെ ആ ഹജറുൽ അസ്വദിനെ ആ പറയുന്ന തട്ടം വിരിച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ വെച്ചു. വതലബ മിൻ റുഅസാഇൽ ഖബാഇൽ മുതനാസിഈൻ, അവിടെ തർക്കത്തിലും കുഴപ്പത്തിലുമുള്ള ഗ്രാമമുഖ്യന്മാരായ ആളുകളോട് ആവശ്യപ്പെട്ടു. അൻയുംസിക്കു ജമിയാൻ ബി അത്റാഫി റിദ, തട്ടത്തിൻ്റെ ഭാഗങ്ങളെല്ലാവരും കൂടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പ്രമുഖർ വന്നിട്ട്. വഅമറഹും അൻ യർഫഉ, അങ്ങനെ അവരോട് അത് ഉയർത്താൻ വേണ്ടി പറഞ്ഞു. ഹത്താ ഇദാ ഔസലുഹു ഇലാ മൗദിഇഹി അഖദഹു ബിയദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശരീഫ ഫവളഅഹു ഫീ മകാനിഹി, അങ്ങനെ ചുമരിൻ്റെ ഭാഗത്ത് അത് വെക്കേണ്ടുന്ന സ്ഥലത്തിൻ്റെ നേരെ അതെത്തിയ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ മുബാറക്കാത്തായ ആ കൈകൊണ്ട് അതിനെടുത്തിട്ട് ആ പറയുന്ന ചുമരിൽ ഹജറുൽ അസ്വദിനെ വെക്കുകയും ചെയ്തു. വഹാദാ ഹല്ലുൻ ഹസീഫുൻ റളിയ ബിഹിൽ ഖൗം, അവർ നീതിയുക്തമായ, അവരെല്ലാവർക്കും തൃപ്തിപ്പെട്ട സർവസമ്മതമായ ഒരു പരിഹാര മാർഗം അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവിടെ ചെയ്തു. അത് റസൂലിൻ്റെ ആദരവാണ്, ബഹുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പറയുന്ന മഹത്തായതിന് റസൂലിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. അങ്ങനെ വഖസറത് ബി ഖുറൈശിൻ അൻ നഫഖത്തു തയ്യിബ, അവർ ഹലാലായ സമ്പാദ്യം മാത്രമേ ഇതിലേക്കുള്ള സംഭാവനയായി നൽകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഹലാലായത് കൊണ്ടുവന്നപ്പോൾ കാബ ഷരീഫിനെ പൂർണ്ണമായിട്ട് പടുത്തുയർത്താൻ അവർക്ക് തികയാതെ വന്നു. അവരുടെ കയ്യിൽ ഫണ്ട് കുറവായി വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടുത്തുയർത്തിയ അതേ നീളത്തിൽ, അതേ വീതിയിൽ, അതേ രൂപത്തിൽ അതിനെ പടുത്തുയർത്തി പൊന്തിക്കാൻ അവർക്ക് കഴിയാതെ വന്നു. ഹലാലായ ഫണ്ടില്ലാത്തത് കാരണം. കാശ് ഏതാണെങ്കിലും കൊണ്ടുപോയി നമുക്കത് പൂർത്തിയാക്കുക, അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും
നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പലപ്പോഴും പറയും കാശ് ഏതാണ് കൊണ്ട് നമുക്ക് ഇതായാലും പൂർത്തിയാക്കാം, അല്ലാഞ്ഞ ഒരു ആളുകളുടെ ഇടയിൽ നമുക്കൊരു അപമാനമല്ലേ നമ്മൾ വലിയ കാര്യത്തിനിറങ്ങിയിട്ട്. അള്ളാഹു ഗഫൂറുർ റഹീം എന്ന് ഫത്വ ആളുകൾ പറയും. അള്ളാഹു ഗഫൂർ റഹീം. ഖുറൈശികൾ അവിടെ പറഞ്ഞു അഖ്റജൂ മിനൽ ജിഹത്തി ശമാലിയ, വടക്ക് ഭാഗത്ത് 6 മുഴത്തോളം ഭാഗം അവരുടെ ഒഴിവാക്കിയിട്ടു. കയ്യണത് ചെയ്യുക, ഉള്ളതുകൊണ്ട് ചെയ്യുക, ഹലാലായതുകൊണ്ട് ചെയ്യുക. വേറുള്ള കാര്യം തീരുമാനിക്കൽ അള്ളാഹുവാണ്, അവൻ്റെ ഭവനമാണ്, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. വടക്ക് ഭാഗത്ത് 6 മുഴത്തോളുള്ള ഭാഗം അവർ ഒഴിവാക്കിയിട്ടു. വഹിയല്ലത്തി തുസമ്മ ബിൽ ഹിജ്രി വൽ ഹത്തീം, ഹിജ്ർ എന്ന പേരിൽ അറിയപ്പെടുന്നു, ഹത്തീം എന്ന പേരിലും അറിയപ്പെടുന്നത്. ചില ആളുകൾ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയലുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ഷിയൻ ചിന്താഗതിയുള്ള വിഡ്ഢികളായ ചില ആളുകൾ അവിടെ ഖബറുണ്ട് മക്ബറാണ് എന്നുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ച് പറയലുണ്ട്. ഇസ്മായിൽ എന്നുള്ള പേര് അതിന് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു എന്നുള്ള ചരിത്രകാരന്മാർക്കോ ശറഈലുള്ള ഇൽമുള്ള പണ്ഡിതന്മാർക്കോ കൃത്യമായി ഒരു മറുപടിയുമില്ല. ആ പേരതിൽ കടന്നുകൂടിയതാണ് എന്നുള്ളത്. അത് ഈ പറയുന്ന ജൂത നസാറാക്കളിൽ നിന്നോ മറ്റോ അതിൽ കടന്നുകൂടിയതാണ് എന്നുള്ളത്. ചരിത്രകാരന്മാരായ ആളുകൾ പോലും കൃത്യമായി ആ ഒരു പേരിന് ഒരു ആധികാരികത അവരാരും പറഞ്ഞിട്ടില്ല. ഹിജ്ർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു, ഹത്തീം എന്ന പേരിലും അറിയപ്പെടുന്നു. അത് സത്യത്തിൽ കാബ ഷരീഫിൽ പെട്ടതുമാണ്. അത് കാബ ഷരീഫിൽ പെട്ടതാണ്. ഒരാൾ കാബയുടെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെന്നിരുന്ന് ദുആ ചെയ്യാൻ ഖുർആൻ പാരായണം ആഗ്രഹമുണ്ടെങ്കിൽ ആ പറയുന്ന സ്ഥലത്ത് വളച്ചു കെട്ടി നമ്മളെല്ലാവരും കാണുന്ന അവിടെ ചെന്നിരുന്ന് ചെയ്താൽ, കാബയുടെ ഉള്ളിൽ ചെന്നിരുന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതി ദുആ ചെയ്ത അതേ ഫലം തന്നെയാണ്. ചുമരുകളും കാര്യങ്ങളും മറ്റതുപോലെയില്ല, മേൽക്കൂരയില്ല എന്നുള്ളതേ ഉള്ളൂ. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഇസ്മായിൽ എന്നുള്ള പേര് അതിന് ഏത് രൂപത്തിൽ കൂടെ വന്നു എന്നുള്ളതിന് ചരിത്രകാരന്മാരും അതേപോലെ തന്നെ ഹദീസിൻ്റെ അതല്ലെങ്കിൽ മറ്റുള്ള ഉലമാക്കൾ ആരെങ്കിലും അങ്ങനെ ഒരു പേരതിന് പരാമർശിച്ചതായിട്ട് എവിടെയും വന്നതില്ല എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, അവർ ചോദിച്ചു, ആയിഷ റളിയല്ലാഹു ചോദിച്ചു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ജദർ എന്നതുകൊണ്ട് ഉദ്ദേശം ജിദാർ, ഈ പറയുന്ന ഹിജ്റിൻ്റെ ആ ചുമരുകളെ കുറിച്ചാണ്. മിനൽ ബൈത്തി ഹുവ, അത് കാബത്തിൽപ്പെട്ടതാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, അതേ കാബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫമാലഹും ലം യുദ്ഖിലുഹു ഫിൽ ബൈത്ത്, എന്തുകൊണ്ട് കാബയുടെ ഉള്ളിൽ അത് പെടുത്തിയില്ല? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖൗമകി ഖസ്സറത് ബിഹിം അന്നഫഖ, നിന്റെ ജനങ്ങൾക്ക് അവർക്ക് അതിനുള്ള സംഭാവന കിട്ടിയ ഫണ്ട് തികയാതെ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഫമാ ശഅ്നു ബാബിഹി മുർത്തഫിയ, എന്നാൽ പിന്നെ കാബയുടെ വാതിൽ ഇങ്ങനെ കുറേ ഉയരത്ത് കൊണ്ടുപോയി വെച്ചേക്കണം എന്തിനാ? സാധാരണ വാതിൽ അടിയിലല്ല വെക്കേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅല ദാലിക ഖൗമുകി, നിന്റെ ജനങ്ങളത് ചെയ്തത് ലിയുദ്ഖിലു മൻ ശാഉ വയംനഉ മൻ ശാ, അവർക്ക് ഇഷ്ടമുള്ള പോലെ കാബയുടെ ഉള്ളിലേക്ക് കടത്താൻ, അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെയാണെങ്കിൽ കടക്കാൻ അനുവദിക്കാതെക്കാനാണ്, എല്ലാവരെയും പ്രവേശിപ്പിക്കാതിരിക്കുക. അത് അവരുടെ ഒരു അഹങ്കാരത്തിൻ്റെ കിബറിൻ്റെ അവരുടെ ആ ഒരു വിഡ്ഢിത്തരത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടത്. വലൗല അന്ന ഖൗമക്കി ഹദീസ അഹദിൻ ബിൽ ജാഹിലിയ, നിന്റെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ആളുകളാണ്, ജാഹിലിയത്താണ് ഈ അടുത്ത കാലത്ത് അവർക്കുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഫഅഖാഫു അൻ തുൻകിറ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അവർ എതിർക്കൂല എന്നുണ്ടെങ്കിൽ അൻ ഉദ്ഖിലൽ ജദ്റ ഫിൽ ബൈത്തി വഅൻ ഉൽസിഖ ബാബഹു ബിൽ അർദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പറയുന്ന ജിദ്ർ അഥവാ ഈ ഹിജ്ർ എന്ന് പറയുന്നതിന് കൂടി കാബയുടെ ഉള്ളിൽപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതേപോലെ അതിൻ്റെ വാതിലിനെ ഭൂമിയോട് ചേർത്ത് വെക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ജനങ്ങൾ എന്തെങ്കിലും ഫിത്നയിലാകുമോ, അവർ പിന്നെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അവരുടെ ഇസ്ലാമിനെ അവരുടെ വിശ്വാസത്തിന് അത് ബാധിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം കാബ ഷരീഫിനെ ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹത്തിനനുസരിച്ച് അതിനെ പൊളിച്ച് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹം ചെയ്തു ഭംഗിയായിട്ട്. അപ്പോൾ പിന്നീട് വന്ന ബനൂ ഉമയ്യ ഗോത്രക്കാർ അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് കാരണം അവർ പൊളിച്ച് വീണ്ടും ഖുറൈശികൾ ഉണ്ടാക്കി അതേ രൂപത്തിൽ തന്നെ ആക്കി. അങ്ങനെ വിഷയം പിന്നീട് ഭരണാധികാരികൾ വിഷയം വന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാബ ഷരീഫ് ഭരണാധികാരിയുടെ കയ്യിലുള്ളൊരു പാവയാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അത് നിന്നോട്ടെ, അതിനെ നിലനിർത്തിക്കളി, അത് വെച്ച് കളിക്കണ്ട എന്ന്. അങ്ങനെയാണ് പിന്നീട് ഖുറൈശികളെ എടുത്ത് ചെയ്തതുപോലെ കാബ ഷരീഫിൻ്റെയും ഹിജ്റിൻ്റെയും കാര്യങ്ങൾ വാതിലിൻ്റെയൊക്കെ വിഷയങ്ങൾ അങ്ങനെ പോകുന്നത്. വറഫഉ ബാബഹ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അതിൻ്റെ വാതിലിനെ അവർ ഉയർത്തി വെച്ചു. ലിഅല്ലാ യദ്ഖുലഹ ഇല്ലാ മൻ അറാ, അവരുദ്ദേശിച്ചവർക്ക് മാത്രം കടക്കാൻ സൗകര്യത്തിന് വേണ്ടി. വലമ്മ ബലഗൽ ബിനാഉ 15 ദിറാഅൻ സഖഫൂഹു അലാ 6 ആമിദത്തിൻ, അങ്ങനെ 15 മുഴത്തോളം ഉയരത്തിലേക്ക് കാബ ഷരീഫിൻ്റെ ചുമരുകൾ എത്തിയപ്പോൾ അതിനവർ മേൽക്കൂര വെച്ചു.
അവർ മേൽക്കൂര വെച്ചു. ജിദ്ദ തുറമുഖത്ത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു കപ്പലിൻ്റെ പലകകളും മറ്റും അവർ കാശ് കൊടുത്ത് വാങ്ങിയാണ് എന്നൊക്കെ ചില ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. അല്ലാഹു അലം. അല സിത്തത്തി ആമിദത്തിന് 6 തൂണുകളും അതിൻ്റെ ഉള്ളിൽ വെച്ചു. ഈ മേൽക്കൂരകളെ താങ്ങാൻ വേണ്ടിയിട്ട് 6 തൂണുകളും അതിൻ്റെ ഉള്ളിൽ അവർ വെച്ചു. വസ്വാറത്തിൽ കാബത്ത് ബാദന്തിഹാഇഹ, അങ്ങനെ അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായതിൻ്റെ ശേഷം കാബ ഷരീഫ് ദാത്ത ഷെക്കിലിൻ മുറബൈൻ തഖ്രീബൻ, ഏകദേശം ഒരു സമചതുരത്തിലുള്ള ഒരു രൂപത്തിലായി. ആദ്യം നീളം വീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഹിജറിൻ്റെ ആ ഭാഗം ഒഴിവാക്കിയപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ ഏകദേശം ഒരു സമചതുരത്തിലുള്ള ഒരു ഭവനത്തിൻ്റെ രൂപത്തിലാണ്. യബ്ലുഗു ഇർതിഫാഉഹു 15 മീറ്ററൻ, 15 മീറ്ററാണ് അതിൻ്റെ ഉയരം. വതൂലു ദിൽഇഹി അല്ലദീ ഫീഹിൽ ഹജറുൽ അസ്വദ്, ഹജറുൽ അസ്വദുള്ള ആ ചുമരും അതിനോട് നേരെ അഭിമുഖമായ ചുമരും 10 മീറ്ററാണ്. പിന്നെ വൽ ഹജറു മൗദൂൻ അല ഇർതിഫാഇ തയ്യിബ്, 1.5 മീറ്റർ ഉയരത്തിലാണ് ഹജറുൽ അസ്വദ് നിൽക്കുന്നത്. ഭൂമിയിൽ നിന്നിട്ട് 1.5 മീറ്റർ ഉയരത്തിലാണ്. വൽഇൽഉല്ലദീ ഫീഹിൽ ബാബു വൽ മുഖാബിലു, കഅബ ശരീഫിൻ്റെ വാതിലുള്ള ആ ചുമരും അതിനോട് നേരെ അഭിമുഖമായി നിൽക്കുന്ന ആ ചുമരും 12 മീറ്ററാണ്. ബാബുഹ അല ഇർതിഫാഇ മിത്രൈനി മിനൽ അർദ്, 2 മീറ്റർ ഏകദേശം ഉയരത്തിലാണ് അതിൻ്റെ വാതിലുള്ളത്. വയുഹീതു ബിഹാ മിനൽ ഖാരിജ് ഖസബത്തുൻ മിനൽ ബിനാഇ അസ്ഫലിഹ, കഅബ ശരീഫിൻ്റെ തറയോട് ചേർന്ന ആ ഭാഗത്ത് ഒരു റൗണ്ടായിട്ട് ഖസബ എന്ന് പറയും, ഷാദിർവാൻ എന്ന അറബികൾ അതിന് പറയും. ആ സാധനം മാർബിൾ കൊണ്ടൊക്കെ ചുറ്റിയിട്ടുള്ള തറയല്ല ശരിക്കത്, തറയോട് ചേർന്ന് വലിയ വള്ളങ്ങളോ കാര്യങ്ങളോ വന്നാൽ കഅബ ശരീഫിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ, അതിൻ്റെ ചുമരിന് കേടുപാടുകൾ പറ്റാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ചുറ്റ് മതിൽ പോലത്തെ ചെറിയതൊന്നുണ്ട്. ഏകദേശം അതിൻ്റെ ഉയരം 25 സെൻറ്റിമീറ്റർ ഉയരം, 30 സെൻറ്റിമീറ്റർ വീതിയാണ്. അതിന് ഷാദിർവാൻ ഖസബ എന്നൊക്കെ അറബികൾ പറയും. വഹിയ മിൻ അസ്ലിൽ ബൈത്തി ലാക്കിൻ ഖുറൈശൻ തറക്കത്ത്ഹ, ഖുറൈശുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒഴിവാക്കിയിരുന്നു, പിന്നീട് അതിലേക്ക് ചേർത്തതാണ്. ഒലിപ്പുവള്ളങ്ങളും മഴവെള്ളങ്ങളും വന്ന് കഅബ ശരീഫിൻ്റെ ചുമരുകൾ കേടുവരാതിരിക്കാൻ അതിന്ന് മാർബിൾ കൊണ്ടാണ്. കഅബ ഷരീഫിനെ പതച്ച അതിൻ്റെ കില്ല, അതിനുള്ള വട്ടക്കണ്ണികളും കാര്യങ്ങളും ഉറപ്പിച്ചിരിക്കുന്നത് ആ പറയുന്നതിലാണ്. ഹജ്ജിൻ്റെയൊക്കെ സമയത്ത് മറ്റുള്ള ആളുകൾ, ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകൾ വിവരമില്ലാതെ വലിച്ചു കീറി എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം ചെയ്യുമെന്നൊക്കെ പേടിച്ചിട്ടുകൂടി ഭരണകൂടം അവരുടെ ഉപദേശ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കില്ലകൾ ഉയർത്തി കെട്ടലുമുണ്ട് താനും. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി. തുടർന്നുള്ള ദർസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് വന്ന കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇതിൽ പറയുന്നത്, പരാമർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ശരിയായ നിലക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.